നിങ്ങളുമായി ഒരുമിച്ച് ലഭ്യമായ അവസരം സന്തോഷത്തോടെ കരുതുന്നു. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിൽ കേന്ദ്രീകരിക്കാം. ആ വേദപുസ്തകം ഒരിക്കൽ കൂടെ കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാൻ ദൈവമൊരുക്കിയ അവസരം സന്തോഷത്തോടെ കരുതിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി വചനത്തിൻ്റെ മുൻപിൽ ഏകാഗ്രതയോടെ ആയിരിക്കാം. ഞാൻ ഈ രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, വ്യക്തിപരമായി ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ അത് ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കർത്തൃദാസൻ സ്ഥലം സഭയിൽ പ്രസംഗിച്ചു, വചനത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കണം, മറ്റെന്തിനേക്കാളും വചനത്തിൽ സന്തോഷിക്കണം. സങ്കീർത്തനം 1 നമുക്കെല്ലാവർക്കും അറിയാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ വാക്യം ശരിക്കും സത്യമാണോ? സ്തോത്രം. ആ വാക്യം ശരിക്കും സത്യമാണോ? ആശാര്യോപദേശിയെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ചില വർഷങ്ങൾക്ക് പുറകിൽ ആദ്യമായി അമേരിക്കയിൽ കെന്നഡി എയർപോർട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. താൻ തൻ്റെ ബ്രീഫ് കേസ് തുറന്ന് അതിനകത്ത് നിന്ന് ബൈബിൾ എടുത്ത് തലയിൽ വെച്ചു, ഇരുമുടിക്കെട്ട് അയ്യപ്പ ഭക്തന്മാർ വെക്കുന്നത് പോലെ. ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ഈ രൂപം കണ്ട് സ്വീകരിക്കാൻ വന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞു, സാറേ, ഈ പരിപാടിയൊന്നും ഇവിടെ കാണിക്കരുത്, ക്യാമറ കണ്ണുകൾക്ക് നടുവിലാണ് നമ്മൾ, ഇത് ഏതോ മാനസിക രോഗിയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, എന്നെപ്പോലെ ഈ ആശാരിപ്പണിക്കിറങ്ങിയ 100 കണക്കിന് ആളുകൾ നാട്ടിൽ പട്ടിക്കൂടിന് പട്ടിക അടിച്ച് കഴിയുമ്പം എഴുത്തും വായനയും അറിയാൻ വയ്യാത്ത ഈ ആശാരിയെ ഇവിടെ എത്തിച്ചത് ആശാരിയുടെ വിദ്യാഭ്യാസമല്ല, ആശാരിയുടെ കയ്യിലിരിക്കുന്ന ഈ ജീവന്റെ വചനത്തിൻ്റെ ശക്തിയാണ്. ഇത് തലേ തന്നെ ഇരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ വചനത്തിൽ സന്തോഷിക്കുക. ആരാധനയിൽ സന്തോഷിക്കുന്നത് പലപ്പോഴും കച്ചിക്ക് തീ പിടിക്കുന്നത് പോലെയാണ്. സന്തോഷിക്കണം. ഒരു കൃപ പ്രാപിച്ച ദൈവപൈതലിൻ്റെ ജന്മസിദ്ധമായ സ്വഭാവമാണ് ആരാധനയിൽ സന്തോഷിക്കുക. ആത്മീക ജന്മ സ്വഭാവമാണ്. എലിയെ നെല്ല് തൊലിക്കാൻ പഠിപ്പിക്കണ്ട, കുരങ്ങിനെ മരം കയറാൻ പഠിപ്പിക്കണ്ട. 5 കോഴിമുട്ടയും 5 താറാവ് മുട്ടയും ഒരു കോഴിയുടെ കീഴിൽ വെച്ച് വിരിച്ചതിന് ശേഷം ഒരു ആറ്റുതീരത്ത് കൊണ്ട് വിട്ടാൽ 5 എണ്ണം കരയിലോട്ട് ഓടിക്കയറുമ്പോൾ 5 എണ്ണം ആറ്റിലോട്ട് പറന്നിറങ്ങുന്നതിൻ്റെ കാരണം ജന്മസിദ്ധമാണത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിൻ്റെ ജന്മസിദ്ധമാണ് ആരാധന. നമ്മുടെ രക്ഷകനോടുള്ള ആത്മബന്ധമാണ് ഈ ആരാധന. എന്നാൽ പ്രത്യേകം തിരിച്ചറിയേണ്ടത്, നമുക്ക് വചനത്തിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. സ്ഥലം സഭയിലെ കർത്തൃദാസൻ പ്രസംഗിച്ച വചനം സഹോദരി ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് അന്ന് മുതൽ വചനത്തിൽ സന്തോഷിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ ചെന്ന് രാവിലെ ഭർത്താവിനെ ഓഫീസിലേക്കും പിള്ളേരെ സ്കൂളിലേക്കും ഒക്കെ അയച്ചതിന് ശേഷം വേദപുസ്തകം തുറന്നിരുന്നു. കിട്ടിയത് ദാനിയേൽ പ്രവചനമാണ്. വായന തുടങ്ങി. യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിൽ പാത്രങ്ങൾ ചിലതിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവനവയെ ശീനാർ ദേശത്ത് തന്നെ ദേവൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പെനോസിനോട് രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് കണ്ണിൻ്റെ പോളയ്ക്ക് കനം കൂടി വരുന്നു, ഉറക്കം വല്ലാതെ തോന്നുന്നു. സ്തോത്രം. പുസ്തകം തുറക്കുമ്പോൾ ഉറക്കം വരുന്ന ആൾക്കാരുണ്ടോ? ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യും, ഉച്ചവരെയുള്ള പണി ഒതുക്കി വെച്ച് വന്നിട്ടാട്ടെ ഈ ഉറക്കമൊന്ന് മാറണം എന്ന് വിചാരിച്ച് ഉച്ചവരെയുള്ള പണിയെല്ലാം ഒതുക്കി ഭക്ഷണം കഴിച്ചിട്ട് വന്നങ്ങോട്ട് ഇരുന്നു. കിട്ടിയത് വെളിപ്പാട് പുസ്തകമാണ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ള തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്ത് അവൻ തൻ്റെ ദൂതൻ മുഖാന്തരം വെച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി തന്നെ കണ്ടതൊക്കെ ഈ സാക്ഷീകരിച്ച് യോഹന്നാൻ ആസയിലെ 7 സഭകൾക്കും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയെങ്കിൽ നിന്ന് വിശ്വസ്ത സാക്ഷിയും മരിച്ചവൻ ലാത്തിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവെങ്കിൽ അവൻ്റെ സിംഹാസനത്തിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ആമേൻ. അപ്പോഴേക്കും നമ്മുടെ കഥാപാത്രം ഉറങ്ങിക്കഴിഞ്ഞു. എന്തോ പറ്റി? ഈ സമയത്ത് സീരിയലായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ട് കണ്ടേനി. ഇതിനകത്ത് മാത്രം സന്തോഷിക്കാൻ കഴിയുന്നില്ല.
എന്താണ് കാര്യം? ഇതിൽ സന്തോഷിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ഇത് നമുക്ക് എന്താണോ അതനുസരിച്ച് മാത്രമേ ഇതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ പീനൽ കോഡ് നിയമഗ്രന്ഥം കൈകളിൽ എടുത്തിട്ട് അത് വായിച്ച് സന്തോഷിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ അടുത്ത് ഊളംപാറ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടേക്ക് കൊണ്ടുപോകേണ്ട അത്യാവശ്യം വരും. നമ്മുടെ ഫ്രിഡ്ജും ടി വിയും മിക്സിയും ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കാറ്റലോഗുണ്ട്. ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കരുത് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് വായിച്ച് ആരെങ്കിലും സന്തോഷിക്കുമോ? മനുഷ്യജീവിതത്തിൻ്റെ പ്രവർത്തനത്തെ വിശകലനം ചെയ്യുന്ന കാറ്റലോഗാണ് ഈ വചനമെങ്കിൽ നമുക്കിതിൽ സന്തോഷിക്കാൻ പറ്റില്ല. ഇന്നേക്ക് ഒരു 40 വർഷം പുറകിൽ ചിന്തിക്കുക, ഒരു ഭാവന കാണുക. ഗൾഫിലേക്ക് ഭർത്താക്കന്മാർ പോയി ഭാര്യമാർ വീട്ടിൽ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കാലം. ഇതുപോലെ ടെലിഫോണും വാട്സപ്പും ഒന്നും ഇല്ലാത്തൊരു സന്ദർഭം. ആ സാഹചര്യത്തിൽ ഒരു പോസ്റ്റ്മാൻ മലമുകളിലുള്ളൊരു വീട്ടിലേക്ക് കതച്ച് എഴുത്തുമായി കയറി ചെല്ലുകയാണ് രംഗം. നിങ്ങൾ കണ്ടു ആ ഭാവനയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. കയറി ചെല്ലുന്ന എഴുത്തുമായിട്ട് കയറി ചെല്ലുമ്പോഴേ പോസ്റ്റ്മാൻ കയറ്റത്തിൻ്റെ ഭയങ്കരത്വം കൊണ്ട് ഇച്ചിരി വെള്ളം കുടിക്കാൻ ചോദിച്ചു. കൊച്ചേ വെള്ളം കൊട് എന്ന് കുഞ്ഞിനോട് വിളിച്ചു പറഞ്ഞു. കൊച്ചു വെള്ളം എടുത്തുകൊണ്ട് വരുന്നതിനിടയ്ക്ക് പോസ്റ്റ്മാൻ ആ തോൾ ബാഗിനകത്ത് നിന്ന് വലിയ കെട്ടെടുത്ത് തുറന്ന് ആ വീടിൻ്റെ അഡ്രസ്സ് അനുസരിച്ചുള്ള കത്തും ദൈവത്തിന് സ്തോത്രം മാഫിയും ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയം ഒളിഞ്ഞു നോക്കുന്ന സഹോദരിക്ക് മനസ്സിലായി എയർമെല്ലില്ലുണ്ട്, ഭർത്താവിൻ്റെ കത്താണ്. സ്തോത്രം, മറ്റേതൊന്നും വലിയ പ്രസക്തമല്ല. അങ്ങനെ ആ കത്ത് അങ്ങോട്ട് കൊടുത്തു. ഈ കത്ത് പൊട്ടിച്ച് ഒരു കല്ലേലോട്ട് മുറ്റം തൂത്തുകൊണ്ടിരുന്ന കൊച്ചമ്മ ഇരുന്നു. എന്നിട്ട് ഈ കണ്ണുകൾ രണ്ടും ഈ കത്തിലേക്ക് പൂഴ്ത്തി, പണ്ടത്തെ എയർമെല്ലില്ലെൻ്റെ അറിയാമല്ലോ, വായന തുടങ്ങുകയാണ്. ഇതിനിടയ്ക്ക് പോസ്റ്റ്മാൻ പാത്രം തിരിച്ചു കൊടുത്തതും തിരിച്ചു പോയതും ഒന്നും കണ്ടില്ല. വായന തന്നെ വായന. ഇങ്ങനെ വായന നടക്കുമ്പോൾ പാസ്റ്റർ രാജു മേത്ര പുറകിൽ കൂടെ ഒളിഞ്ഞ് നടക്കുന്ന കാര്യമല്ല, ഒരു ഉദാഹരണം തെളിയിക്കാൻ വരുന്നതേ ഉള്ളൂ. ഒളിഞ്ഞ് ഈ കത്തൊന്ന് നോക്കി എന്ന് വിചാരിക്കുക. എന്താണ് ഈ കത്തിനകത്തുള്ളത്? സ്തോത്രം, വാഴയ്ക്ക് വളമിടുന്ന കാര്യം, പിള്ളേരെ സ്കൂളിൽ വിടുന്ന കാര്യം, ഫീസ് അടയ്ക്കുന്ന കാര്യം, ഇതൊക്കെ ഇതിനകത്തുള്ളത്. സഹോദരി ഒന്ന് വായിച്ചു, രണ്ടാമത് ഒന്നുകൂടെ വായിച്ചു, തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ആസ്വദിച്ചതിന് ശേഷം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് രാത്രി വീണ്ടും വായിക്കാൻ തലനയുടെ കീഴെ കൊണ്ട് വെച്ചിരിക്കുക. സ്തോത്രം, എന്താ ഇവൾക്ക് ഇതിനകത്ത് ഇത്ര ആസക്തി? എഴുതിയ വ്യക്തിയും വായിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലാണ് വരികൾക്കകത്ത് ജീവൻ വ്യാപരിക്കുന്നത്. ആ വേദപുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവവൈതലേ, ഇതിനകത്തെ ഇച്ഛ ഇണ്ണ ഇട്ട എന്നിത്യാദി നിയമങ്ങളൊന്നുമല്ല നമുക്ക് കരുത്ത് പകരുന്നത്. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിനാണ് ഇതിനകത്ത് ജീവൻ വ്യാപരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി വെറുതെ എഴുന്നേറ്റ് പോകരുത്. ചിലത് പ്രാപിച്ചേ മടങ്ങാവൂ. നാഥൻ്റെ ശബ്ദം മുഴങ്ങുന്ന രാത്രിയാണ് ഈ രാത്രിയെങ്കിൽ കൊതിക്കുന്ന ദൈവമക്കൾ കർത്താവിനോട് പറ, കർത്താവേ ഇന്ന് രാത്രി അവിടുന്ന് എന്നോട് ഇടപെടണമേ, വ്യക്തിപരമായി എന്നെ പണിയുന്ന രാത്രിയാക്കണമേ. ഈ രാത്രിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ്. കരങ്ങൾ താഴ്ത്തിയിടാം. ഈ രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ ഇരുട്ടിൻ്റെ ശക്തികളുടെ കെട്ടുകൾ അഴിയുന്ന രാത്രിയാണ്. ഈ രാത്രി അടയാളത്തോടു കൂടിയ ചില ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്ന രാത്രിയാണ്. നിന്റെ വാഗ്ദത്വത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ബന്ധനങ്ങളെ അഴിപ്പാൻ ദൈവ തേജസ്സിന്റെ മേഘം നിന്റെ തലയ്ക്ക് മീതെ നിഴൽ വിരിക്കുന്ന രാത്രിയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ് പ്രാർത്ഥിക്കുന്ന നിന്റെ ശിരസിന് മീതെ നിഴൽ വിരിക്കുന്ന രാത്രിയാണ്. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. ആത്മാവിൽ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ദൈവം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപവാസത്തിന്റെ ചരിത്രം ഏറ്റവും ഗൗരവമാണ്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ യഥാർത്ഥ ഉപവാസവും കപട ഉപവാസവും തമ്മിലുള്ള താരതമ്യ വിവേചനമാണ് കഴിഞ്ഞ പകലിൽ നമ്മൾ ചിന്തിച്ചത്. ഏറെ പ്രാധാന്യത്തോടുകൂടെ നമുക്ക് ആ ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. പ്രാർത്ഥനാപൂർവ്വം വേദപുസ്തകം തുറക്കാം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 5-6 വാക്യങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 58-ന്റെ 5-6 വാക്യങ്ങൾ വായിച്ചാട്ടെ. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്നതും
ദിവസവും ഇങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുനിക്കുക, തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക. ഇതാകുന്നുവോ ഉപവാസം. ഇതിനെ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം എന്നും പേർ പറയുന്നു. വായിച്ചാട്ടെ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. 9 മണിക്ക് സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുൻപ് വലിയ നിർമ്മാണ പ്രവർത്തനം എൻ്റെ ഉള്ളിൽ ദൈവമേ നീ ചെയ്യണമേ എന്ന് കൊതിക്കുന്ന സകല പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഒരു സാധാരണ രാത്രിയായി കാണരുത്. ഈ രാത്രിയിൽ ദൈവപ്രവർത്തികളുടെ വിടുതൽ ചിലത് നാം വിശ്വാസത്താൽ പ്രാപിക്കുന്ന രാത്രിയാകണം. ഉപവാസം എന്ന വാക്കിൻ്റെ നേരിട്ടുള്ള അർത്ഥം അടയിരിക്കുക, പൊരുന്നിരിക്കുക എന്നതാണെങ്കിൽ ഒരു പക്ഷി തൻ്റെ മുട്ടയുടെ പുറത്ത് 7 ഗുണിതങ്ങളായ ഏതെങ്കിലും സമയങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസ്ഥനിൽ ഇരിക്കുന്നത് പോലെ പക്ഷി ഇതാ തൻ്റെ മുട്ടയുടെ പുറത്ത് പൊരുന്നിരുന്ന് ആ ദിവസങ്ങൾ കഴിയുമ്പോൾ മോടം പൊട്ടി അതിനകത്ത് നിന്ന് ജീവൻ പുറത്തു വരുന്നത് സത്യമാണെങ്കിൽ തലയിൽ പൂഴി വാരിയിട്ട് നിലവിളിക്കുന്നൊരു മൊർദെഖായിയും മുട്ടുമടക്കി കരയുന്ന ഒരു എസ്തേറിൻ്റെയും മുൻപിൽ ഹാമാന്റെ സമരതന്ത്രങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് 72 മണിക്കൂർ കൊണ്ട് ദൈവപ്രവർത്തിയുടെ ജീവൻ പൊട്ടി പുറത്തു വന്നെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപ് ചില ദൈവപ്രവർത്തികൾ ജീവൻ പൊട്ടി പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങുന്നുവെന്ന ബോധ്യത്തോടെ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ തുറക്കുന്ന ഈ വചനത്തിന്റെ മുൻപിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കഴിഞ്ഞ പകൽ നാം ചിന്തിച്ചതുപോലെ വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രവാചക പുസ്തകങ്ങളുടെ ഗണത്തിൽ നീണ്ട പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ, ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ നീണ്ട കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവാചകനാണ്. ആ പ്രവാചകൻ ഒരിക്കൽ ദുഷ്ടനായൊരു ഭരണകർത്താവിൻ്റെ നീതിനിഷേധമായ വിധിക്ക് വിധേയനായി ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് യഹൂദ ചരിത്രം പറയുന്നു. ഒരു വസ്തുത ഓർക്കുക, ഒരഭിഷിക്തനെ തകർത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അവസാനിക്കില്ല. അവനേക്കാൾ കരുത്തനായി മറ്റൊരുത്തനെ അവിടെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിൻ്റെ കരം ചലിക്കും. സ്തോത്രം. അനാഥോത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു അഭിഷിക്തനായി തീരേണ്ടതിന് ദൈവം ഇരമ്യാവിൻ്റെ മേൽ തിരഞ്ഞെടുപ്പ് വീഴ്ത്തിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഒന്നിനെ തകർക്കുന്ന ഇടത്ത് നിന്ന് അടുത്തതിനെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിൻ്റെ കരം ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് യോഹന്നാനെ ഘടകസ്ഥം ചെയ്താൽ അവൻ്റെ കഴുത്തറത്തു താലത്തിലെത്തിച്ചാൽ പ്രസംഗം തോറ്റെന്നാണ് അന്നത്തെ അധികാരികൾ വിചാരിച്ചത്. പക്ഷേ അഭിഷിക്തൻ്റെ കഴുത്ത് മുറിച്ച് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തീരത്തില്ല. പ്രസംഗത്തിന്റെ ആകെ പൊരുൾ പുറകെ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. അവനെ കാൽവറിയിൽ തകർത്താൽ പ്രസംഗം തീർക്കാൻ പറ്റുമോ? ഇല്ല. സഹോദരൻ യാക്കോബ് എഴുന്നേൽക്കും പ്രസംഗിക്കാൻ. അവനെ എറിഞ്ഞു കൊന്നാൽ അല്ലെങ്കിൽ തകർത്താൽ വാളുകൊണ്ട് കൊന്നാൽ പ്രസംഗം തീർക്കാമോ? ഇല്ല. അതിന്റെ പുറകെ ഒരു സ്തേഫാനോസിനെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ എറിയാൻ പദ്ധതി തയ്യാറാക്കി ശൗലിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന ചെയ്ത് താൻ കൊന്നാൽ പ്രസംഗം തീരുമോ? ഇല്ല. എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന ശൗലേ, നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ഇടിക്കാൻ കയ്യിൽ ആയുധം എടുത്തവനെ കൊണ്ട് ഞാൻ സേവിക്കുന്ന ദൈവം അത് തകർക്കാൻ എഴുന്നേറ്റവനെ കൊണ്ട് ഇത് പ്രസംഗിപ്പിക്കും. സ്തോത്രം. ആ കർത്തൃദാസൻ പോയി കഴിഞ്ഞാൽ തിമത്തിയോസിനെ ദൈവം എഴുന്നേൽപ്പിക്കും, തീത്തോസിനെ ദൈവം എഴുന്നേൽപ്പിക്കും, ലൂക്കോസിനെ ദൈവം എഴുന്നേൽപ്പിക്കും. അവരെല്ലാവരും തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയാൽ KV സൈമണെ പോലെ, KE എബ്രഹാമിനെ പോലെ, വില്യം ടിൻഡെയിലിനെ പോലെ, ജോൺ വെസ്ലിയെ പോലെ, മാർട്ടിൻ ലൂഥറിനെ പോലെ ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. അവരെല്ലാം തിരശീലയ്ക്ക് പുറകിലേക്ക് മറഞ്ഞാൽ സാധുക്കളായി ഞങ്ങളെ ദൈവം ഈ വേദിയിൽ നിർത്തും പ്രസംഗിക്കാൻ. ഞങ്ങളുടെ കഴുത്തറത്ത് നിലത്ത്
നെഞ്ചത്തിട്ട് തട്ടിയാൽ ശുണ്ഠിത്തരം കാട്ടിക്കൊണ്ട് ഈ മുൻപിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നാളെ ജീവന്റെ വചനവുമായി നിർത്താൻ ദൈവം വിശ്വസ്തനാണ്. അധികാരത്തിനോ ആയുധത്തിനോ കാരാഗ്രഹത്തിനോ കാൽത്തളയ്ക്കോ ഇരുമ്പ് ചങ്ങലയ്ക്കോ തോക്കിൻ കുഴലിനോ തകർക്കാൻ കഴിയാത്തതാണ് ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി. ഇതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ദാസൻ യെശയ്യാ പ്രവാചകൻ അന്നത്തെ കാലഘട്ടത്തിലെ അപജയങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഏറ്റവും ഗൗരവമേറിയ കനത്ത ഒരു വിപിൽ പ്രബോധനം നമ്മുടെ കൺമുൻപിൽ ഓർപ്പിക്കുകയാണ്. അന്യായ ബന്ധനങ്ങളെ ഉപവാസത്തിൽ അഴിക്കപ്പെടണം. അന്യായ ബന്ധനങ്ങൾ, ബൈൻഡ് ഓഫ് വിക്കട്ട്നെസ്, ബന്ധനം. ഈ പ്രയോഗം ഏറെ ഗൗരവമേറിയ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്, ഈ 2-3-4 പ്രയോഗങ്ങൾ പെന്തക്കോസ്തുകാരായി നമുക്ക് നല്ല പരിചയമാണ്. സ്തോത്രം. സ്ഥലത്തും അസ്ഥാനത്തും ഒക്കെ നമ്മൾ ഇത് പ്രയോഗിക്കാറുണ്ട്. ബന്ധനം ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ ഒരു വസ്തുത ഓർക്കുക, ഉപവാസ പ്രാർത്ഥനയ്ക്ക് നടുവിൽ അഴിയേണ്ട ബന്ധനം അത് നമ്മിൽ വ്യാപരിക്കുന്ന വിക്കറ്റ്നെസ്സിന്റെ ബന്ധനങ്ങളാണ്. അത് ഏതൊക്കെ മേഖലകളിൽ അഴിയണം? കഴിഞ്ഞ പകലിൽ നാം ചിന്തിച്ചു, പ്രാർത്ഥനയുടെ മേഖലയിൽ അന്യായ ബന്ധനം അഴിയണം. യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥന അത് മാതൃകാ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്കകത്ത് 2 വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത്, നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം, ഇതിന് തടസ്സമായി നിൽക്കുന്ന ബന്ധനം നിശ്ചയമായും അന്യായ ബന്ധനം, അത് പ്രാർത്ഥനയ്ക്ക് നടുവിൽ അഴിയണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, സന്ദേശത്തിന് നടുവിൽ അലറിക്കരയത്തക്ക വിധത്തിൽ അനുതാപം സ്വാധീനിച്ച എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? സ്തോത്രം. അനുതാപം സ്വാധീനിച്ച എത്ര പേരിവിടെയുണ്ട്? ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ പറയട്ടെ, അനുതാപത്തോടെ കരയാൻ തയ്യാറായാൽ പണിയാൻ കഴിവുള്ള ഒരു കരമാണ് ഇതിൻ്റെ പുറകിൽ ബലത്തോടെ ചലിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുൻപ് കഴിഞ്ഞ പകലിലെടുത്ത തീരുമാനങ്ങൾ എത്ര പ്രായോഗികമായി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അനുതാപത്തിന്റെ കരച്ചിൽ ഉയരട്ടെ. ചില അന്യായ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. സാത്താന്യ അടിച്ചമർത്തലുകളിലൂടെ നീ വിടുതൽ പ്രാപിക്കാതിരിക്കത്തക്ക വിധം നിന്റെ ശരീരത്തിന്റെ കോശങ്ങളിൽ പോലും ബലഹീനതയായി വ്യാപരിക്കുവാൻ സാധ്യതയുള്ള പൈശാചിക അടിമത്വത്തിന്റെ നുകങ്ങളെ തകർത്ത കൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളുടെ മേൽ ഒരു സ്വാതന്ത്ര്യം വ്യാപരിക്കണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ കോന്നി ഭാഗത്ത്, പത്തനംതിട്ടയ്ക്ക് സമീപം കോന്നി ഭാഗത്ത് ചില വർഷങ്ങൾക്ക് പുറകിൽ ഒരു കർത്തൃദാസൻ, ഒരു സഹോദരൻ കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച പ്രസംഗം കേൾക്കാൻ പോയി. പ്രസംഗം കേട്ടേച്ച് അന്ന് രാത്രിയിൽ വന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പോയി കുറച്ച് ആശാരിമാരെ ബുക്ക് ചെയ്തു. ചില പണിക്കാരെയും തൊട്ടടുത്ത കോളനിയിൽ നിന്ന് വിളിച്ചു. രാവിലെ ആശാരിയും പണിക്കാരും സ്ഥലത്ത് വന്നു. വീടിൻ്റെ മേക്കൂരയിലേക്ക് വലിഞ്ഞു കയറി ഓടെല്ലാം ഇളക്കി താഴെ വെച്ചു. മേക്കൂരയിലെ സ്തോത്രം ആ സാധനങ്ങളും തടിക്കഷണങ്ങളും അടിച്ചിറക്കുകയാണ്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് യോഗത്തിന് പോകുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ യോഗത്തിന് പോയി കഴിഞ്ഞപ്പോൾ സമനില തെറ്റിപ്പോയതാണ്. സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, എടാ ഇന്നലെ വൈകിട്ട് കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച യോഗത്തിന് പോകുന്നത് വരെ ഇതിനൊന്നും കണക്ക് കൊടുക്കേണ്ടി വരികയില്ലെന്നാണ് ഞാൻ ചിന്തിച്ചത്. എൻ്റെ വീടിൻ്റെ മുകളിലത്തെ മോന്തായവും കഴുക്കോലും മുഴുവൻ കോന്നി വനത്തിലെ കള്ളത്തടി വെട്ടി ഉണ്ടാക്കിയതാ. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കോന്നി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ കൊണ്ടിത് വെച്ചിട്ടേ ഞാൻ ഉറങ്ങൂ. കാരണം അവിടെ ചെന്ന് കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ തീർത്തിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ഇങ്ങനെ വല്ല തോന്നലും നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ടോ? ഇന്നത്തെ ആത്മലോകം പോലെ ഇത്ര അപകടകരമായ ഒരു തലത്തിലെത്തി നിൽക്കുന്ന ലോകം, അടുത്തിരിക്കുന്നവനെ അരച്ചു കലക്കി അരക്കപ്പാക്കി കയ്യിൽ കിട്ടിയാൽ ഒറ്റ
മോന്തിനകത്താക്കാനുള്ള, എൻ്റെ ഭാഷ കട്ടിയായി പോയെന്ന് എനിക്കറിയാം, അകത്താക്കാനുള്ള വിരോധമുണ്ടെങ്കിലും കടുകുവറത്ത ചിരിയോടെ പ്രൈസ് ദി ലോർഡ് കൊടുക്കാൻ തൊലിക്കട്ടിയും ഇരിക്കട്ടിയുമുള്ള ആത്മീയന്മാർ വളഞ്ഞു വിളയുന്ന ഈ ആത്മലോകത്തിൽ എൻ്റെ ജീവിതത്തിൽ ആരോടും പകയില്ലാതെ ഒരു വിശുദ്ധന്റെ ഹൃദയം സൂക്ഷിക്കാൻ കഴിയത്തക്ക വിധം എൻ്റെ മേൽ അഭിഷേകം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ 9 മണിക്ക് യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് നിങ്ങളുടെ തലയിൽ കൈവച്ചൊരു ദൂത് പറഞ്ഞ് ബന്ധനം അഴിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിൽ ആധിപത്യം പുലർത്തുന്ന ചില അന്യായ ബന്ധനങ്ങളെ, ആ ബൈൻഡ് ഓഫ് വിക്കറ്റ്നസിനെ, ആ അശുദ്ധിയുടെ കെട്ടുകളെ നിങ്ങൾ സ്വയം അഴിക്കുന്ന രാത്രിയായി രാത്രി തീർന്നാൽ ഒരു വിടുതൽ തുടക്കം കുറിക്കുന്ന രാത്രിയായിരിക്കും, ദൈവം പ്രസാദിക്കുന്ന രാത്രിയായിരിക്കും. ഇനിയും വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടത് അന്യായ ബന്ധനങ്ങൾ അഴിയപ്പെടുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കണം. അന്യായ ബന്ധനങ്ങൾ അഴിയുന്നില്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൽ, സ്തോത്രം, രക്ഷ എന്ന വിശിഷ്ട അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രം ബാധകമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാലശിക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരും. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അല്പം കട്ടിയാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ, എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ബാലശിക്ഷയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നോ? അതെ, വർത്തമാനകാല ബാലശിക്ഷകളിലൂടെ അന്യായ ബന്ധനം സ്വയം അഴിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ നാം കടന്നു പോകേണ്ടി വരും. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ വേദപുസ്തകം ദൈവന്യായവിധിയുടെ ഗ്രന്ഥമാണ്. നിങ്ങൾക്കറിയാമോ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആദ്യ അധ്യായം മുതൽ, അല്ലെങ്കിൽ മാനവ ചരിത്രത്തിൻ്റെ 1-ാം അധ്യായം മുതൽ മനുഷ്യനായി ഈ മണ്ണിൽ പിറന്ന, 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുവായ ഈ മനുഷ്യൻ്റെ തുടക്കം മുതൽ ഈ മനുഷ്യ ചരിത്രത്തിൻ്റെ ഒടുക്കം വരെ വിശുദ്ധ ബൈബിൾ ന്യായവിധി വിശദീകരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ജുഡീഷ്യറി, ദൈവത്തിൻ്റെ കോടതി അവിടെ തുടക്കം കുറിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വരുമ്പോൾ അന്ത്യന്യായവിധി, അനുശാസനം അനുസരിക്കാതെ മരണം വരിച്ച മർത്യരാശിയെ മുഴുവൻ മടക്കി വരുത്തി ഹിമധവളിമമായ വെണ്മസിംഹാസനത്തിലിരുന്ന് അന്തിമ വിധി പുറപ്പെടുവിക്കുന്ന അധ്യായത്തോടുകൂടിയാണ് ബൈബിൾ അവസാനിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം, ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം, ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം, സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന് അടുക്കൽ ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ ആളിനെ തൂക്കിലിടാൻ വിധിച്ചാൽ വിധി നടപ്പിലാകുകയല്ലാതെ മറ്റു മാർഗ്ഗം ഒന്നുമില്ല. ഇനിയും സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു, ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി, ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി, ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി, സുപ്രീം കോർട്ടിലെ കേസും തോറ്റു, പ്രസിഡന്റിന് അടുക്കൽ ദയാഹർജി പോയി, അതും തള്ളിക്കഴിഞ്ഞു, ആളിനെ തൂക്കിലിടാൻ വിധിച്ചെന്നിരിക്കട്ടെ. വിധി നടക്കുന്നതിൻ്റെ തലേ രാത്രി ഒരു പോലീസുകാരൻ, സ്തോത്രം, ഈ കക്ഷി കിടക്കുന്ന സെല്ലിലോട്ടൊന്ന് എത്തി നോക്കിയപ്പോൾ അനക്കമില്ലാതെ കിടക്കുന്നു. അകത്ത് കയറി നാടി പിടിച്ച് നോക്കിയപ്പോൾ ആള് പോയി. അങ്ങനെ ആയാൽ കേസിന്റെ വിധി എങ്ങനാകും? സ്തോത്രം. മനോജ് സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്പം ശ്രദ്ധയോടെ പറയുന്നേ, ശ്രദ്ധിക്കും. വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ പറയട്ടെ, ദൈവത്തിൻ്റെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ കോടതിയിലെ വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഏത് മനുഷ്യപ്രതി മരിച്ചാലും, അത് കെട്ടിത്തൂങ്ങി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ചത്താലും, മരണം കൊണ്ട് വിധി മാറ്റിവെക്കാതെ ചത്ത് കിടക്കുന്നവനെ പുനരുത്ഥാനമെന്ന പ്രക്രിയയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അതിന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവാണ്. ആ വിധി സാധാരണ വിധിയല്ല, ആ വിധി അന്തിമ വിധിയാണ്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം വിധിയുടെ ഗ്രന്ഥമാണ്. ഈ പുസ്തകത്തിനകത്ത് 7 പ്രധാനപ്പെട്ട വിധികളുണ്ട്. 7 പ്രധാനപ്പെട്ട വിധികൾ. 1-ാമത്തെ വിധി ഞാൻ പറയാം. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ബലിവേദിയിൽ പാപത്തെയും മരണത്തെയും അവിടുന്ന് വിധിച്ചത് കൊണ്ട് ഞാൻ വിടുതൽ പ്രാപിച്ചു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയും, ആ വിധി എൻ്റെ പാപമോചനത്തിൻ്റെ വിധിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, ബാക്കിയൊന്ന് ശബ്ദമുയർത്തി പറയാമോ, ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു പൈശാചിക ശക്തികൾക്കും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കാൽവറിയിലെ ബലിവേദിയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് പാപം ശിക്ഷിക്കപ്പെട്ടത്, അവിടെയാണ് ക്രൂശ്
ക്രൂശിലെ ജയം നടന്നത്. അടുത്ത വിധി കൃപായുഗത്തിൽ ബാലശിക്ഷ എന്ന വിധി, വിശ്വാസികളുടെ ബാലശിക്ഷ എന്ന വിധി. അടുത്തത് ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിന്റെ ന്യായാസനം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. സ്തോത്രം, നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെയിരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവൻ എന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന്റെ മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്ക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അല്ല നീ സഹോദരനെ വിധിക്കുന്നതെന്ത്, അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഏത് നാവും എന്നാണ് അവന്റെ മുൻപിൽ മടങ്ങും. മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം. കൂടാരമായി ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ, കൈപ്പണിയല്ലാത്ത നിത്യ, എന്നോട് ചേർന്ന് അറിയാവുന്നവർക്ക് പറയാം, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛയ്ക്കാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവകൃപ പ്രാപിച്ച സകല ദൈവമക്കളും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നടക്കാൻ തുടങ്ങുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കിലെ ന്യായവിധി വെളിപ്പാട് പുസ്തകം പറയുന്ന പശ്ചാത്തലത്തിൽ പഠിച്ചാൽ മഹോപദ്രവകാലത്ത് യഹൂദ ജനതയുടെ മേൽ പെയ്തിറങ്ങാൻ തുടങ്ങുന്ന ഒരു കറുത്ത കാലത്തിന്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര എന്ന ദൈവിക ന്യായവിധി. അടുത്ത രംഗം യഹോശാഫാത്ത് താഴ്വരയിലെ ന്യായവിധി. അടുത്തത് അന്ത്യ ന്യായവിധി. ഒടുവിൽ ദൈവത്തിന്റെ ദൂതന്മാരായി ഒരു കാലത്ത് തകർന്നു പോയ പതിത ദൂത സഞ്ചയങ്ങളിലെ പ്രധാനിയായ ലൂസിഫറിനെയും സംഘത്തെയും ന്യായം വിധിക്കാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവകോടതിയുടെ ജഡ്ജിമാരായി നിലകൊള്ളുന്ന നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ വിധി വേദപുസ്തകത്തിൽ നീണ്ടു കിടക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിൽ ഒരു ദൈവ പൈതൽ വർത്തമാന കാലഘട്ടത്തിൽ ക്രമീകരണങ്ങൾ പ്രാപിക്കാതെ അല്ലെങ്കിൽ അന്യായ ബന്ധനം അഴിക്കാതെ മുൻപോട്ട് പോയാൽ അവർക്ക് സംഭവിക്കുന്ന വിധി അത് ആർക്കായിരിക്കും സംഭവിക്കുക? സ്തോത്രം. അത് എപ്പോഴായിരിക്കും സംഭവിക്കുക? അത് എങ്ങനെയായിരിക്കും സംഭവിക്കുക? അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി? ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളെ പണതെടുക്കുന്ന രാത്രിയായി രാത്രി തീരണം. തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. ആർക്കാണ് ഈ ബന്ധനം അഴിക്കാതെ മുൻപോട്ട് പോയാൽ ബാലശിക്ഷ എന്ന വിധി ഉണ്ടാകുന്നത്? വേഗം നിങ്ങളൊന്ന് വന്നാട്ടെ, വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങൾക്ക് വരാം. എബ്രായ ലേഖനം 12:8 വാക്യം പെട്ടെന്ന് വായിക്കണേ, വേഗം വായിക്കണേ. എബ്രായർ 12:8 വായിച്ചാട്ടെ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു, ആത്മാക്കളുടെ പിതാവിനെ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ ആർക്കുണ്ട്? മറുപടി പറയാം. അയ്യോ, മനസ്സിലായില്ലേ? എല്ലാവർക്കും പ്രാപിക്കുന്ന ബാലശിക്ഷ ആർക്കുണ്ട്? ആരോട് പറഞ്ഞു? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. മക്കൾക്കുണ്ട്. ആർക്കുണ്ട്? മക്കൾക്കുള്ള അടി വേറെ, ശത്രുവിനേൽക്കുന്ന ആഘാതം വേറെ. അപ്പന്റെ ശിക്ഷ പോലെ, അധ്യാപകന്റെ അടി പോലെ വിശുദ്ധന്മാർക്ക് ശിക്ഷാക്രമങ്ങളുണ്ട്. എന്ന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ?
ഇനി നിങ്ങൾ മക്കളാണെങ്കിൽ അപ്പന്റെ അടി കിട്ടിയിരിക്കും, മക്കളല്ലെങ്കിൽ അപ്പന്റെ അടി കിട്ടുകയുമില്ല. ഈ നമുക്ക് പോലീസ് സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെ പഴയ പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ, ഇപ്പോഴത്തെ അന്തരീക്ഷം അങ്ങനെയൊക്കെ വളരെ വ്യത്യാസമാണ്. നടയടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പം വലത്തെ കാല് വെച്ച് ചെന്നാൽ പൊറുക്കാൻ വന്നതാണോ, ഇടത്തെ കാല് വെച്ച് വന്നാൽ മുടിക്കാൻ വന്നതാണോ, അടി കൊള്ളുമ്പം രണ്ട് കാലും കൂടെ കയറ്റി അങ്ങ് വെച്ചാൽ അതേ അഹങ്കാരം കാണിക്കുകയാണോ? അപ്പം ഇടത്തേക്കാലും വെക്കാനൊക്കത്തില്ല, വലത്തേക്കാലും വെക്കാനൊക്കത്തില്ല, രണ്ട് കാലം ഒരുമിച്ച് വെക്കാനൊക്കത്തില്ല. ഇതാണ് നടയടി. സ്തോത്രം. എന്നാൽ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച ഒരു മനുഷ്യനെ ശിക്ഷയ്ക്കിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുക. സ്തോത്രം. മരണത്തിന് തൊട്ട് മുമ്പ് ഇഷ്ടമുള്ള ഭക്ഷണം ആഗ്രഹിക്കുന്നതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവസാനത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് എന്തും കഴിക്കത്തക്ക ക്രമീകരണമാണ്. ചില ആൾക്കാർ സാക്ഷി പറഞ്ഞ് കേട്ടിട്ടില്ലേ, എനിക്ക് ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടി, തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചെന്ന് ഓർത്ത് വേണം. ദൈവത്തിന് സ്തോത്രം. ഒരു വസ്തുത ഓർക്കുക, യഥാർത്ഥ ഭക്തനാണോ നിനക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ചില ശോധനകൾ ഉണ്ടായിരിക്കും. നിന്റെ വിളിക്കകത്ത് ചില പരിശോധനകൾ മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് നിന്നെ തകർക്കാനല്ല, അത് നിന്നെ തെളിയിക്കാനാണ് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ പറയണം. ഞാൻ മകനാണ് എന്നതിൻ്റെ തെളിവാണ് എൻ്റെ അപ്പൻ എനിക്ക് അനുവദിക്കുന്ന ബാലശിക്ഷ. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നു. ഈ ബാലശിക്ഷ എവിടെ വരെ പോകും? സ്തോത്രം. ബാലശിക്ഷ എവിടെ വരെ പോകും എന്ന് പറഞ്ഞാൽ ബാലശിക്ഷയുടെ ആഘാതം എവിടെ വരെ ചെല്ലും? സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ബാലശിക്ഷയുടെ എഫക്റ്റ് ഒരു വ്യക്തിയിൽ എവിടെ വരെ എത്തും? സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം എടുക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ മേശയ്ക്ക് മുൻപിൽ നിങ്ങൾ വായിച്ചു കേൾക്കുന്നതാണ്. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. സ്തോത്രം. എന്താ കാര്യം? കർത്തൃമേശ തൊട്ടേ അടുത്ത് ഇരുന്ന ആളിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഈ ഇരിക്കുന്ന പാർട്ടി ഉറക്കത്തിലാണെങ്കിൽ കർത്തൃമേശ വന്നു, ഉറക്കം മാറ്റി എടുക്ക് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന രീതിയിലുള്ള എടുപ്പല്ല. നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞ ശ്മശാനത്തിലെ അന്ത്യ ഉറക്കം. അപ്പോൾ ഈ വിശുദ്ധ മേശയിൽ പങ്കെടുക്കുന്ന ഒരു ദൈവ പൈതൽ ശുദ്ധീകരണത്തോടല്ല കൈ നീട്ടുന്നതെങ്കിൽ ഈ ദൃശ്യവസ്തുവിന്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തി വ്യാപരിക്കുന്നു. ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഇത് കാണണം. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു അസാധാരണ അദൃശ്യ ശക്തിയുണ്ട്. ഈ അദൃശ്യ ശക്തി സാധാരണ ശക്തിയല്ല. നിങ്ങളുടെ കർത്തൃദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഈ അപ്പവും മെയ്ഞ്ഞും അത് പ്രാർത്ഥനയിൽ ഞുറുക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവഭൃത്യൻ്റെ നാവിൽ ഉയരുന്ന വചനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മുൻപിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചിട്ട് നീ എടുക്കാൻ തുടങ്ങുന്ന പ്രതീകത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു അസാധാരണ ദൈവസാന്നിധ്യമുണ്ട്. ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ഏറ്റെടുത്താൽ നിന്റെ ശരീരകോശങ്ങളെ ഭരിക്കുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചുമാറ്റി നിനക്ക് സൗഖ്യവും വിടുതലും തരത്തക്ക വിധത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനേക ഭക്തന്മാർ ഇതിന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അപ്പത്തിലും ഈ മുന്തിരിച്ചാറിലും അസാധാരണ സിദ്ധിവിശേഷം നിലകൊള്ളുന്നത് കൊണ്ടല്ല. ഇത് യോഗ്യമല്ലാതെ കൈനീട്ടുന്ന വ്യക്തിയുടെ മേൽ അപ്പന്റെ അടി എന്ന ശിക്ഷ വരും. ആ ശിക്ഷ ശ്മശാനത്തിൽ വരെ കൊണ്ടെത്തിക്കത്ത ശക്തിയോടെ ഇതിനകത്ത് വ്യാപരിക്കും. അതുകൊണ്ട് കർത്താവേ, എനിക്കിത് ബാലശിക്ഷയാകരുത് എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. എവിടെ വരെ കൊണ്ടുചെല്ലും? അനന്യ സഭീറമാരെ എവിടെ വരെ കൊണ്ടുചെന്നു അവിടെ വരെ കൊണ്ടുചെല്ലും. സ്തോത്രം. തികച്ചും ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. അനന്യ സഭീറമാരെ എവിടെ വരെ കൊണ്ടുചെന്നു? കല്ലറ വരെ കൊണ്ടുചെന്നു. എങ്കിൽ ബാലശിക്ഷ കല്ലറ വരെ കൊണ്ടു ചെല്ലാം. ഇത് അപ്പവും വീഞ്ഞും പരിശുദ്ധ റൂഹയാൽ രൂപാന്തരപ്പെടുന്നത് കൊണ്ടല്ല. സ്തോത്രം. മുന്തിരിച്ചാറും ബ്രെഡും ബേക്കറിയിൽ ഉണ്ടാക്കിയത് തന്നെയാണ്.
വഴനത്തൊലിയും ഒലിവെണ്ണയും എല്ലാം കൃത്യ അനുപാതത്തിൽ ചേർക്കുന്ന തൈലം അന്യന് കൊടുക്കുകയോ അന്യന്റെ ദേഹത്തൊഴിക്കുകയോ ചെയ്താൽ അത് മരണയോഗ്യമായ ശിക്ഷയാണെങ്കിൽ ദൃശ്യ വസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി അവിടെ വ്യാപരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധിയോടെ കൈനീട്ടുന്ന ദൈവമക്കൾക്ക് അനുഗ്രഹമാകുന്ന അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പ്രതീകത്തിൻ്റെ പുറകിൽ വിശുദ്ധി കൂടാതെ കൈനീട്ടിയാൽ ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരം പ്രതികൂലമായിട്ട് ഉയരും എന്ന് പഠിപ്പിക്കുന്ന വചനം ഗ്രഹിക്കുമ്പോൾ കർത്താവെ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്യായ ബന്ധനം അഴിയാതെ ഈ വിശുദ്ധ മേശയിൽ കൈനീട്ടാൻ ഇടയാകാതിരിക്കത്തക്ക വിധം എന്നെ കഴുകാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. നിന്റെ വാഗ്ദത്തത്തിന് എതിരെ, നിന്റെ ദൈവപ്രവർത്തിക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, ദൈവം നിന്റെ ശരീരത്തിന്മേൽ ലഭിച്ചു തരേണ്ട വിടുതലുകൾക്കെതിരെ വാദിച്ചു നിൽക്കുന്ന സാത്താന്യ ആധിപത്യങ്ങളെ തകർത്ത് നിന്റെ ശരീരത്തിന്റെ കോശങ്ങളിൽ പോലും നിലനിൽക്കുന്ന ഒരു ദൈവിക വിടുതൽ പകരാൻ കർത്താവിന്റെ കരം ചലിക്കുന്നു. എന്നാൽ അതിനു മുൻപ് ദൈവം പ്രതീക്ഷിക്കുന്നു നിന്റെ മേൽ വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കേണ്ടതിന് യേശുവിന്റെ രക്തത്താൽ ഇവിടെ വിടുതൽ വ്യാപരിക്കട്ടെ. അതേ മനുഷ്യ ജഡത്തെ ആസക്തിയിൽ നയിക്കത്തക്ക വിധത്തിൽ ബന്ധിച്ചിരിക്കുന്ന പാപ സ്വഭാവങ്ങളെ ഓർത്ത് അനുതപിച്ച് കരയാൻ ചില വ്യക്തികളെ യോഗത്തിനകത്ത് ദൈവാത്മാവ് ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന എൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്യായ ബന്ധനത്തിന്മേൽ അഴിവ് വ്യാപരിക്കണം. അപ്പൊ നിങ്ങൾ പറയും, പാസ്റ്ററെ, കർത്തൃമേശ അത്ര ഭയങ്കര ശക്തമാണോ? അതെ. എന്തുകൊണ്ടാ? ഞാൻ കുറച്ച് വെള്ളത്തുണിയും കുറച്ച് പച്ചത്തുണിയും കുറച്ച് കാവിത്തുണിയും കൂടെ ഇവിടുത്തെ ഒരു തുണിക്കടയിൽ നിന്ന് വാങ്ങിച്ച് കൃത്യ അനുപാതത്തിൽ മൂന്നും കൂടെ ഭാരത പതാകയുടെ വലിപ്പത്തിൽ അടിച്ചു ചേർത്ത് നടുവിൽ അശോകചക്രത്തിൻ്റെ ആരക്കാലൂടെ വെച്ച് തയ്യാറാക്കി ഒരു നല്ല കൊടി ഉണ്ടാക്കിയിട്ട് അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ കൊണ്ട് എന്നൊന്ന് ചവിട്ടിക്കീറി കാണിക്കാമോ? ഹലോ, അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ കൊണ്ട ഈ ഭാരത പതാക ഒന്ന് ചവിട്ടിക്കീറി കാണിക്കാമോ? കമ്പിയടി കഞ്ഞികൂടി കമ്പിയടിക്കകത്താകും. ദൈവത്തിന് സ്തോത്രം. കഞ്ഞികൂടി കമ്പിയടിക്കകത്താകും. എന്നാ കാര്യം? ഞാൻ പറയാന്നിരിക്കട്ടെ. എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് കൊണ്ട് വാങ്ങിച്ച വെള്ളത്തുണിയും എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് കൊണ്ട് വാങ്ങിച്ച അതേ കാവിത്തുണിയും എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് കൊണ്ട് വാങ്ങിച്ച പച്ചത്തുണിയും ഞാൻ വരച്ചു ചേർത്ത ആരെക്കാലും ആരാടാ ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ പേര് വ്യക്തമാക്കുന്ന, എൻ്റെ കുടുംബ പേര് വിശദീകരിക്കുന്ന കൊടിയല്ലത്. ഭാരതത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമാണ്. അതിന്മേൽ കൈവച്ചാൽ ശിക്ഷ എനിക്ക് ഉറപ്പാണെങ്കിൽ വിശുദ്ധ മേശ സ്തോത്രം അതെ സുരേഷ് ബാബു പാസ്റ്റർ എടുത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് നമ്മുടെ കുടുംബ പേരല്ല, തൻ്റെ പുത്രൻ്റെ കാൽവറിയിലെ ബലിമരണമാണ്. അതിനോട് അനാദരവ് കാണിച്ചാൽ അപ്പൻ്റെ അടി ഉറപ്പാകും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രത്തോടെ പറയണം, എൻ്റെ മേൽ അന്യായ ബന്ധനം മുറുകരുത്. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, അന്യായ ബന്ധനം അഴിഞ്ഞില്ലെങ്കിൽ ബാലശിക്ഷയിലൂടെ അത് വേണ്ടി വന്നാൽ മരണം വരെ പോകാം. നിങ്ങളെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ദിവസങ്ങൾ പൂർണ്ണമാകാതെ അതിനു മുൻപേ നിങ്ങൾ യാത്ര പറയത്തക്ക വിധം നിങ്ങളുടെ ശരീരത്തെ ബാലശിക്ഷയിലൂടെ ദൈവകോപത്തിന് ഇടവരുത്താതിരിക്കാൻ ഒറ്റ വഴിയാണ് പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നത്. തന്നെത്താൻ ശോധന ചെയ്ത് അലറിക്കരയുക. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് അവസാനിക്കുന്ന സാധാരണ നിലയിലാകരുത്. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് അവസാനിക്കുന്ന അലറിക്കരഞ്ഞുകൊണ്ടാകണം. എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അന്യായ ബന്ധനം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് നോക്കണം. അന്യായ ബന്ധനം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു. ഇനിയും വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ ഇതിൻ്റെ രംഗം ഒന്ന് കാണാൻ തുടങ്ങുകയാണ്. സ്തോത്രം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്യായ ബന്ധനത്തെ അഴിക്കുക, അന്യായ ബന്ധനം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു. സ്തോത്രം.
നിങ്ങൾ മനസ്സിലാക്കുക, വിശുദ്ധ തിരുവെഴുത്തിലെ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രമേയത്തിലേക്ക്, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം, ദൈവത്തിന് സ്തോത്രം, വളരെ പ്രാധാന്യത്തോടെ കാണുക. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 22-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശാന്തമായി നിർത്തി ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ കണ്ണിലേക്ക് ഒന്ന് ആഴത്തിൽ പതിയണം. വായിച്ചാട്ടെ. അരാമും ഇസ്രായേലും 3 സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. 3-ാം ആണ്ടിലും യഹൂദ രാജാവ് യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ രാജാവ് തന്റെ ഭൃത്യന്മാരോട്, ഗിലിയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ അരാം രാജാവിന്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യഹോശാഫാത്തിനോട്, നീ എന്നോട് കൂടെ ഗിലിയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു. അതിന് യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെ അല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അവരോട്, ഞാൻ ഗിലിയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ, പുറപ്പെടുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. 19-ാമത്തെ വാക്യം കൂടി ആന്റി ഒന്ന് വായിച്ചാൽ. 19-ാമത്തെ വാക്യം. അതിനവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് മതി ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് ഈ രംഗം എങ്ങനെയാണ് അന്യായ ബന്ധനം അഴിഞ്ഞില്ലെങ്കിൽ പ്രത്യാഘാതമെന്ന് പറയാൻ പോകുക. തികച്ചും ഏകാഗ്രതയോടെ, കഴിഞ്ഞ പകൽ ഞാൻ പറഞ്ഞ പോലെ സൂചിക്കുഴയിൽ നൂല് കയറുമ്പോൾ ഉള്ള ഏകാഗ്രത പോലെ നിങ്ങളുടെ മനസ്സിലോട്ട് ഒന്ന് കയറണം. ദൈവത്തിന് സ്തോത്രം. ഉയരത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ദൈവത്തിന് സ്തോത്രം. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് വിളിച്ചു പറയും, ഞാൻ സേവിക്കുന്ന ദൈവത്തെ ഞാൻ അനുഭവിച്ചറിയുന്ന ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവ സങ്കല്പമല്ല, നാം സേവിക്കുന്ന ദൈവം യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് യുക്തിപരമായി മറുപടി പറയാൻ അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് ഒരാൾ പറഞ്ഞു, നിന്റെ അപ്പനുണ്ടോ എന്നാ തെളിവെന്ന്. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുതൽ തെളിവിലേക്കൊന്നും പോകണ്ട, സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ മതി. ജീവിക്കുന്ന ദൈവം പുറകിലുണ്ടെന്നോർത്ത്, ഇതിൻ്റെ പുറകിലെ ഡിസൈൻ ഓർത്ത് ദൈവത്തിനൊന്ന് മഹത്വം അർപ്പിക്കാൻ നിന്റെ നാവുകൾ ചലിക്കും. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഏത് ശില്പവും 2 വട്ടം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഈ പേന കാഴ്ചയ്ക്ക് നല്ലതാണ്, എഴുതാൻ നല്ലതാണ്. ഇത് 2 വട്ടം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇത് പ്ലാൻ ചെയ്ത ഒരു പ്ലാനറിന്റെ മനസ്സിലുണ്ടായി, ഭാവനയിലുണ്ടായി. രണ്ടാമത് ഫാക്ടറിയിലുണ്ടായി. അങ്ങനെയാണെങ്കിൽ ലോകത്തിലേക്കും ഏറ്റവും വലിയ ശില്പങ്ങൾ, എന്തിന് താജ്മഹൽ ഉൾപ്പെടെയുള്ള ലോകത്തിലേക്കും ഏറ്റവും വലിയ ഏത് ശില്പവും എടുക്ക്. ഷാജഹാൻ മുംതാസ് മകളിന്റെ സ്മരണയ്ക്ക് വേണ്ടി യമുനാ നദിയുടെ കരയിൽ ഒരു മനോഹര ശില്പത്തിന് അടിത്തറയിടുന്നതിന് എത്രയോ നാളുകൾക്ക് മുൻപ് കൈവെട്ടിക്കളഞ്ഞ ആ പഴയ ശില്പി അതിന്റെ പ്ലാൻ തയ്യാറാക്കി വെച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം പ്ലാൻ ഉണ്ടാകുന്നു, പിന്നെ ശില്പം ഉണ്ടാകുന്നു. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മറ്റെല്ലാ ശില്പത്തെയും വിട്, 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ശില്പത്തെ പ്ലാൻ ചെയ്ത ഡിസൈനറിന്റെ പേര് പറയാമോ? ആ ഡിസൈനറാ ഇന്ന് രാത്രി നാം ആത്മാവിൽ ആരാധിക്കുന്ന നമ്മുടെ ദൈവം. ഗ്ലോറി, ഹല്ലേലൂയ. കുശവന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ മരത്തിൻ്റെ ചുവട്ടിൽ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന കുടത്തിനകത്ത് കൈയിട്ട് തപ്പിയിട്ട്, ഇതിനകത്ത് കുശവൻ ഇല്ലാത്തതിനാൽ കുശവൻ എന്ന് ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല, ഈ കുടം തന്നെ ഉണ്ടായി വന്നതാണ് എന്നെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ അവൻ മാനസിക രോഗി തന്നെയാണ്. എടാ, കുശവനാണെങ്കിൽ കുശവൻ കുടത്തിനകത്തല്ല, കുശവൻ കുടത്തിന് അതീതനാണ്. എന്നാൽ കുടത്തിൻ്റെ കുചേല ബുദ്ധിയിലേക്കൊന്ന് നോക്കിയാൽ ആ കുടത്തിൻ്റെ അതേ അകത്തെ കുശവന്റെ വിരൽ സ്പർശനം കാണാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന ദൈവത്തിന്റെ വിരൽ സ്പർശനം നിന്റെ ശരീരമെന്ന കുടത്തിൽ നന്നായിട്ടറിയാം. ഞാൻ ഓർക്കുകയാണ്, ഈ ശരീരത്തെ ഡിസൈൻ ചെയ്ത ദൈവത്തിന്റെ പരമബുദ്ധി എന്ന് ഓർത്താലേ എത്ര ശക്തമായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, കാര്യകാരണവാദം, കാര്യം എന്തുണ്ടാകുന്നതിന് മുൻപ് ഇതിന്റെ കാരണം ഉണ്ടായിട്ടുണ്ട്. കാര്യകാരണവാദം, ധാർമ്മികവാദം, ഇത് ക്രമവാദം, ഇവയൊക്കെ സ്ഥാപിച്ച് ദൈവാസ്തി
പ്രാവർത്തികം തെളിയിക്കാൻ കഴിയുമെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇത്ര കൃത്യമായി ഇതിനെ ഡിസൈൻ ചെയ്തത് ആരാ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാം മൂക്കൈ കൊടയോടെ കീഴോട്ട തലമുടിക്കിടയിൽ കൂടെ പുഹക്കോയിലിരിക്കുന്നത് പോലെ ഇതിനെ ദ്വാരമായി മുകളിലോട്ട് വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനേയും ഗതി? സ്തോത്രം. ഒരു പെരുമഴയത്ത് കൊടയില്ലാതെ ഇറങ്ങിപ്പോയാൽ മൂക്ക് തലമുടിക്കിടയിൽ കൂടെ മുകളിലോട്ടായിരുന്നു ഇരുന്നിരുന്നതെങ്കിൽ വെള്ളം എങ്ങോട്ട് ഇറങ്ങിയേനേയും? സ്തോത്രം. അപ്പോൾ വെള്ളം കീഴോട്ടിറങ്ങുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മൂക്കിനെ കൊടയോടെ താഴോട്ട് വെച്ചതൊരു പരമബുദ്ധിയല്ലേ? ആ പരമബുദ്ധിയാ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, മൂക്കും വായും തമ്മിൽ വെച്ചിരിക്കുന്ന പൊസിഷൻ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ നാസാരന്ധ്രം വായയുടെ ദ്വാരത്തിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്? അതിന് ഭയങ്കര ബുദ്ധിയുണ്ട്. എന്തെന്നറിയാമോ? ഉദ്ദേശിക്കുന്ന ആ പരമബുദ്ധി എത്ര വലുതാണ്. ഒരു വളിച്ച ബോണ്ട കയ്യിൽ കിട്ടിയെന്നിരിക്കട്ടെ, അത് വായോട് കഴിക്കാൻ അടുപ്പിക്കുമ്പോൾ നാസാരന്ധ്രം പറയും വേണ്ട, ഇത് വളിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫർമേഷൻ കൊടുക്കത്തക്ക വിധം വായയുടെ കൃത്യം മുകളിൽ സെറ്റ് ചെയ്തിരിക്കുക. ഇതിന്റെ പുറകിലൊരു പരമബുദ്ധി ഉണ്ടെന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയും, അവനാണ് ജീവിക്കുന്ന ദൈവം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണണം. ആ ദൈവം സിംഹാസനസ്ഥനാണ്, പ്രപഞ്ച ചക്രവർത്തിയാണ്, അഖിലാണ്ട സൃഷ്ടിതാവാണ്. ഇത്രയും പ്രിയപ്പെട്ടവർ ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം കാണാത്ത ഒരു ലോകം ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിൽ മഹാദൈവ സിംഹാസനാരൂഢനായിരിക്കുന്ന ഒരു സ്ഥലത്തെ നിങ്ങൾ ആത്മാവിലൊന്ന് കാണണം. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ ഇരിക്കുന്നത് ഹോളിനകത്താണെങ്കിലും നിങ്ങൾ ആ ദൈവസിംഹാസനത്തെ ഒന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് പോകാവൂ. അപ്പച്ച എന്ന് വിളിക്കാൻ പദവി നേടിയ ഒരു ദൈവപൈതലാണ് നീയെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ആ ദൈവസിംഹാസനത്തെ ഒന്ന് ആത്മാവിൽ കാണണം. ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞത്, വടക്ക് നിന്നൊരു മേഘവും പാളി കത്തുന്ന തീയും വരുന്നു, അവിടെ നിന്നല്ലോ ദൈവസിംഹാസനത്തിന്റെ ദർശനം വന്നത്. അതിൻ്റെ അര മുതൽ മുകളിലോട്ട് തീ പോലെയും അര മുതൽ താഴോട്ട് കാഴ്ചയ്ക്ക് ശുക്ര സ്വർണം പോലെയുമായിരുന്നു അവൻ്റെ മഹത്വത്തിന്റെ കാഴ്ച. അവൻ്റെ തലയ്ക്ക് മീതെ നീലക്കല്ല് പടുത്തതുപോലെ ഒരു കാഴ്ച കണ്ടു. അത് മഴയുള്ള ദിവസം മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. ആ കാഴ്ച കണ്ടിട്ട് ഞാൻ കവിണു വീണു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ഇരുന്ന് ഉറങ്ങാനല്ല ഇവിടെ എത്തി നിൽക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആ ദൈവസിംഹാസനത്തെ ഒന്ന് ആത്മാവിൽ കാണണം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും സദൃശൻ. കേട്ടോ, സൂര്യകാന്തത്തിന്റെ കളർ എന്താ? നട്ടുച്ച നേരത്ത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ തിളച്ചു തുള്ളി കുതിച്ച് കയറി നിൽക്കുമ്പോൾ സൂര്യപ്രഭയിൽ ഉയരുന്ന വെണ്മയുടെ പ്രകാശധാരയാണ് സൂര്യകാന്തത്തിന്റെ കളർ. പത്മരാഗത്തിന്റെ കളർ എന്താ? താമരപ്പൂവിന്റെ ഇതളുകൾക്കിടയിലെ ഇളം ചുവപ്പാണ്. അങ്ങനെയാണെങ്കിൽ പത്മരാഗ സൂര്യകാന്ത രൂപമുള്ള ഒരു തേജസ്വി സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ സിംഹാസനത്തിന് മീതെ മരതകരത്നം, പച്ചരത്നം, സ്വർഗീയ ആ ഉടമ്പടിയുടെ പ്രതീകമായി അങ്ങനെ പരിവൃതാകൃതിയിൽ വെട്ടിത്തിളങ്ങുകയാണ്. ആ സിംഹാസനത്തിന് മുൻപിലൂടെ പളുങ്കിനൊത്തിരി കണ്ണാടിക്കടൽ അനർഗള നിർഗളമായി അങ്ങനെ ഒഴുകുകയാണ്. ആ സിംഹാസനത്തിന് മുൻപിൽ വിചിത്രമായ 4 ജീവികൾ ദൈവസിംഹാസനത്തെ ചുറ്റിച്ചുഴന്ന് നിൽക്കുകയാണ്. ആ സിംഹാസനത്തിന് ചുറ്റും ദൈവത്തിന്റെ 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരിക്കുകയാണ്. അങ്ങനെ കത്തിജ്വലിക്കുന്ന 1000 ദൂതന്മാരും കെരൂബുകളും സറാഫുകളും ഒരുപോലെ ജ്വലിച്ചു നിൽക്കുന്ന ദൈവസിംഹാസനത്തിന്റെ ദർശനം ഇന്ന് രാത്രി തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തിരുന്നു കൊണ്ട് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ കണ്ണുയർത്തിയിട്ട് പറയണം, അങ്ങനൊരു സിംഹാസനം ഉയരത്തിലുണ്ട്. ആ കരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. ഓ രക്തത്താൽ ജയം. ഞാനിവിടെ നിന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകം പോലും കത്തി നിൽക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആ ദൈവസിംഹാസനത്തെ ഓർത്ത് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ ഇരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം എൻ്റെ അപ്പച്ചനാണ്. കേട്ടോ, എൻ്റെ അപ്പച്ചനാണ്. എൻ്റെ അതിലൊരുത്തൻ മാറ്റിയാൽ, എന്നെ കയ്യേറ്റം ചെയ്യാൻ ഗൂഢാലോചന ചെയ്താൽ, എനിക്കെതിരെ തന്ത്രങ്ങൾ ഒരുക്കിയാൽ, എൻ്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ പോലീസുകാരൻ്റെ അടുക്കലോ അധികാരികളുടെ അടുക്കലോ കൈ നീട്ടി നിൽക്കില്ല. അപ്പച്ചൻ നമ്പർ എടുത്ത് ഡയൽ ചെയ്താൽ മിനിറ്റിനുള്ളിൽ എൻ്റെ സംരക്ഷണം അവിടെ നിന്ന് വരുമെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി നോക്ക്. അവൻ സിംഹാസനത്തിൽ അങ്ങനെ ഉപവിഷ്ടനായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ തേജസ്വിയായ തീ ജ്വലിക്കുന്ന സിംഹാസനസ്ഥനായി പളുങ്കിന്നൊത്ത കണ്ണാടിക്കടൽ അനർഗള നിർഗളമായി കൺമുൻപിൽ കൂടെ ഒഴുകുന്ന ഒരു മഹാദൈവം സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്,
ഉയരം തീരുമാനിക്കാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ നടക്കില്ല. ഈ ഭൂമിയിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ ഉയരം തീരുമാനിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ പരമബുദ്ധി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, അപ്പച്ചൻ അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഈ രാത്രി ശ്രദ്ധിക്കണേ, ഭൂമിയിൽ നടക്കുന്ന ഒരു സംഭവം ദൈവം നേരത്തെ പ്ലാൻ ചെയ്യുകയാണ്. ഓർക്കുക, സ്തോത്രം, അരാം രാജ്യവും ഇസ്രയേലും തമ്മിൽ യുദ്ധം കൂടാതെ ചില വർഷങ്ങൾ പാർത്തു. നമുക്കറിയാം, ഇസ്രയേലിൻ്റെ ഭരണകർത്താവ് ഇസ്രയേലിലെ ചരിത്രത്തിൽ ഏറ്റവും ദുഷ്ടനായ ആഹാബാണ്. എന്നാൽ യഹൂദയുടെ ഭരണകർത്താവ് യഹോശാഫാത്താണ്, ഭക്തനാണ്. രണ്ടുപേരും തമ്മിൽ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അസാധാരണമായ ഒരു ബന്ധമായിരുന്നു, കല്യാണത്തിൻ്റെ പേരിലൊരു ബന്ധമായിരുന്നു. എന്തായാലും വേണ്ടില്ല, രണ്ടുപേരും കൂടെ ചേർന്ന് അരാമിനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ദൈവഹിതമല്ലാത്ത നീക്കമാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരു പ്രവചനം നിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ നിർണയമില്ലാത്ത യുദ്ധത്തിന് രണ്ടുപേരും കൂടി ആലോചന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി ദൂത് ചോദിക്കാൻ. ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ഇസ്രയേൽ രാജാവിനെ സംതൃപ്തിപ്പെടുത്തത്തക്ക വിധം പുകഴ്ചയുടെ പ്രവചനങ്ങൾ 400 പ്രവാചകന്മാർ ഒരുപോലെ പ്രവചിക്കുകയാണ്. എന്നാൽ ഒരു പ്രവാചകനെ കുറിച്ച് ചോദിച്ചു, ഇവിടെ യഹോവയുടെ പ്രവാചകന്മാർ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരാളെ ഇസ്രയേൽ രാജാവ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എന്നെക്കുറിച്ച് ഒരു ഗുണവും പറയാറില്ല. ആയതുകൊണ്ട് സുഖകരമായിട്ട് എന്തെങ്കിലും പറയുന്ന ആളുകളെയാണല്ലോ നമുക്കും ഇഷ്ടം, കുറവ് പറയുന്ന ആളുകളെ നമുക്കും അത്ര താല്പര്യമില്ലല്ലോ. ആയതുകൊണ്ട് അദ്ദേഹത്തെ താല്പര്യപ്പെടാതിരിക്കുമ്പോൾ യഹൂദ രാജാവിൻ്റെ നിർബന്ധപ്രകാരം ഈ നിർദ്ദിഷ്ട പ്രവാചകൻ രംഗത്തേക്ക് വരികയാണ്. നിർദ്ദിഷ്ട പ്രവാചകൻ രംഗത്തേക്ക് വരുമ്പോൾ മറ്റു പ്രവാചകന്മാർ പറയുന്നു, നോക്കൂ, ഞങ്ങളെല്ലാം അനുകൂലമായി പ്രവചിച്ചു വച്ചിരിക്കുകയാണ്. സ്തോത്രം, നീ മാത്രം ഒരുത്തനെതിരെ പ്രവചിക്കരുത്. ആ സമയം അദ്ദേഹം പറയുക, ഞാൻ പറയുകയില്ല, അങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്ന് പരിഹാസ രൂപത്തിൽ തല കുഴുക്കിക്കൊണ്ട് വേദിയിലേക്ക് ചെന്നു. അപ്പോൾ യഹൂദ രാജാവ് യഹോശാഫാത്ത് ഈ വന്ന യഥാർത്ഥ യഹോവയുടെ പ്രവാചകനോട് പറഞ്ഞു, എന്നോട് സത്യം മാത്രമേ പറയാവൂ, യാഥാർത്ഥ്യം പറയണം. അപ്പോൾ പ്രവാചകൻ വായി തുറന്ന് സത്യപ്രവചനം പറയുമ്പോൾ അതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവൻ്റെ സൈന്യമൊക്കെയും സ്വർഗത്തിൽ അവൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. നീ ചെന്ന്, സ്തോത്രം, പടയിൽ കൊല്ലപ്പെടത്തക്ക വിധം ആഹാബിനെ ആർ വശീകരിക്കും എന്ന ഒരു ചോദ്യം ദൈവസിംഹാസനത്തിന് മുൻപിൽ ഉയരുന്നു. ആ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് ഒരു ദുരാത്മാവ് പുറപ്പെട്ടു വന്ന് അവൻ്റെ 400 പ്രവാചകന്മാരുടെ നാവിൽ ഒരുപോലെ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറയുന്നു. നീ പോക, നിനക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദുരാത്മാവ് ദൗത്യ നിർവഹണത്തിനായി ഭൂമിയിലേക്ക് വരികയും 400 പ്രവാചകന്മാരുടെ ആ തരങ്ങളെ ബന്ധിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവമക്കൾ ശ്രദ്ധിക്കണം, സ്വർഗം തീരുമാനിക്കുകയാണ് ആഹാബിന്റെ മരണം. ആ മരണത്തിന് കൃത്യമായ പ്ലാൻ തയ്യാറെടുക്കുകയാണ്. സ്തോത്രം, ഒടുവിൽ യുദ്ധമേഖലയിലേക്ക് കാര്യങ്ങൾ കയറുന്നു. ആഹാബ് യുദ്ധമേഖലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വസ്ത്രം മാറിയാണ് യുദ്ധമേഖലയിലേക്ക് കയറിയത്. യഹോശാഫാത്ത് രാജവസ്ത്രം ധരിച്ചാണ് യുദ്ധമേഖലയിൽ കയറിയിരിക്കുന്നത്. അരാം രാജ്യത്തിന്റെ സൈന്യാധിപനോട് നിർദ്ദേശം നൽകിയിരുന്നു, രാജാവിന്റെ നേരെ അല്ലാതെ ചെറിയവനോടോ വലിയവനോടോ യുദ്ധം ചെയ്യരുത്. ഒടുവിൽ ആഹാബിന്, അതേ യഹോശാഫാത്തിനെ ഇസ്രയേൽ രാജാവെന്ന് തെറ്റിദ്ധരിച്ച് പട അണിനിരന്നു കഴിഞ്ഞപ്പോൾ നിലവിളിക്കുകയും അവനെ വിട്ടുമാറിയിട്ട് എതിർച്ചിയ ഒരു മനുഷ്യൻ തൻ്റെ അമ്പ് കുലച്ച് പതക്കത്തിനും കവചത്തിനും ഇടയിലേക്ക് എയ്യുകയും ആ മുറിവേറ്റ രഥത്തിലൂടെ ചോര ഒഴുകി ഏലിയാവ് പ്രവചിച്ച പ്രവചനം നിവർത്തിച്ചുകൊണ്ട് ആ കുളത്തിൽ തന്നെ ഇവന്റെ രക്തം ആ രഥത്തിൽ നിന്ന് കഴുകി മാറിയപ്പോൾ പ്രവചനം നിവർത്തിക്കപ്പെട്ടു. ആഹാബിന്റെ മരണം ഉറപ്പായി. ഞാൻ ചോദിക്കുന്നു, ആഹാബിന്റെ മരണം ഡിസൈൻ ചെയ്തത് എവിടെയാണ്? കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ആഹാബിന്റെ മരണം ഡിസൈൻ ചെയ്തത് എവിടെയാണ്? പറയാം. സ്വർഗത്തിന്റെ സൈന്യം ഒരുമിച്ച് കൂടുന്ന മഹാസദസ്സിൽ മഹാദൈവം ഡിസൈൻ ചെയ്തത് ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുകയായിരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ പുറകിൽ സ്വർഗത്തിൻ്റെ ഡിസൈൻ വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലെങ്കിൽ എൻ്റെ ദൈവമേ, എനിക്ക് വിപരീതമായി ഒരു ഡിസൈനിങ് ഉണ്ടാകാതിരിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കാട്ടിൽ വലിയൊരു ആത്മസദസ്
യെസ്, സ്വർഗ പറുദീസയിൽ തയ്യാറായിരിക്കുകയാണ്. ജ്വലിക്കുന്ന സർവശക്തന്റെ ദൃഷ്ടികൾ ഇവിടെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്കറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശുവിന്റെ കണ്ണുകൾ ഇതാ നിനക്ക് മുൻപിൽ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഈ രാത്രി ഇരുന്ന് കരയേണ്ട കാര്യം, എനിക്കെതിരെ ഒരു ബാലശിക്ഷ ഉയരാൻ ഇടയാകാണ്ടതിന്, എൻ്റെ ജീവിതത്തിന് അന്യായ ബന്ധനം മുഖാന്തരമാകാതിരിക്കാൻ എൻ്റെ പ്രവർത്തനത്തെ കഴുകേണ്ടതിന് ഇന്ന് രാത്രി കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ദൈവ തേജസ് വ്യാപരിക്കുന്ന ഈ രാത്രി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, സ്വർഗം പ്ലാൻ ചെയ്ത യുദ്ധമാണ് ഈ ഭൂമിയിൽ നിറവേറ്റപ്പെട്ടതെങ്കിൽ, സ്വർഗത്തിന്റെ ഡിസൈനാണ് ഈ ഭൂമിയിൽ നിറവേറ്റപ്പെട്ടതെങ്കിൽ, അവിടുത്തെ പ്ലാനിംഗ് ആണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത് പറയാം, 1914 മുതൽ 18 വരെ ഒന്നാം ലോക മഹായുദ്ധം സംഭവിച്ചു. 100 ലക്ഷം ആളുകൾ, 1 കോടി പേർ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട മഹായുദ്ധത്തിനകത്തുകൂടെ ഇസ്രയേലിന്റെ വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് അവർക്ക് സ്വരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ ദൈവത്തിന്റെ ചരിത്രകാര്യ പരിപാടികൾ തിരിഞ്ഞു. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം നടന്നു. 550 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ സ്വരാജ്യത്ത് സ്വന്തം രാജ്യം സ്ഥാപിക്കത്തക്ക വിധത്തിൽ ചരിത്രത്തിൽ ദൈവം വഴിയൊരുക്കി. അടുത്ത മഹായുദ്ധത്തിന്റെ കേളികൊട്ടലും ശംഖുനാഥങ്ങളും ചിലമ്പൊലികളും ഉയരുന്നു. ഇത് ഇസ്രയേലിനെതിരെ ഇറാൻ രംഗത്ത് വരുമെന്ന് യെഹെസ്കേൽ 38 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പറഞ്ഞ പ്രവചനം നിവർത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ നീങ്ങുകയാണ്. സ്വർഗത്തിന്റെ ജുഡീഷ്യറി അതനുസരിച്ച് കാര്യങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ദൈവമക്കൾ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആകുലപ്പെട്ടാലും ആകുലപ്പെട്ടില്ലെങ്കിലും എൻ്റെ ദൈവത്തിന്റെ ദിവ്യ പരിപാടിയാണ് ഈ ഭൂമിയിൽ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത്. ഉറപ്പാണ്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ ദൈവം അനുവദിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് അനുസരിച്ചേ സംഭവിക്കൂ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഒരു കൊച്ചുദാഹരണം കൂടെ പറയാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ദാനിയേൽ പ്രവചനം 12 അധ്യായമുള്ളത്. 1-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ പ്രവചനങ്ങൾ നിരന്നു നിൽക്കുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ മഹദിയാം ബാബിലോണിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്തിനായി പണിത മഹദിയാം ബാബിലോൺ അല്ലയോ എന്ന് അഹങ്കാരം കൊണ്ട് യഹൂദ ചരിത്രത്തെ തകർത്ത ആ ബാബിലോൺ രാജാവ് പറഞ്ഞ വാക്ക് വായിലിരിക്കുമ്പോൾ തന്നെ അവൻ പുല്ല് തിന്നുന്ന ഒരു മനോരോഗിയെ പോലെ ഇഴഞ്ഞു നടന്നെങ്കിൽ അത് സംഭവിച്ചത് എങ്ങനെയെന്ന് 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു. ഈ വിധി ദൂതന്മാരുടെ നിർണയവും ഈ കൽപ്പന വിശുദ്ധന്മാരുടെ തീരുമാനവുമാകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അതെ, ബാബിലോൺ രാജാവായ സിംഹസാമ്രാട്ടായ നെബൂഖദ്നേസറിനെ പുല്ല് തീറ്റിയത് ഇവിടെ നടക്കുമ്പോൾ ഇതിനു മുമ്പ് ഈ വിഷയം മുകളിലത്തെ ജുഡീഷ്യറി ആലോചിച്ചിട്ടുണ്ട്. അവിടുന്ന് തീരുമാനിച്ചതാണ് ഇവിടെ നടപ്പിൽ വരുത്തിയത്. സ്തോത്രം. ആഹാബിന്റെ മരണം ഇവിടെ കവചത്തിനും പതകത്തിനും ഇടയ്ക്കോട്ട് അമ്പ് കയറുമ്പോൾ എതിർച്ചയ സംഭവിച്ചതാണെങ്കിലും ഈ സംഭവം മുകളിലത്തെ ജുഡീഷ്യറി തീരുമാനിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ അപ്പച്ചൻ അനുവദിക്കാതെ സംഭവിക്കയില്ല. എൻ്റെ ഉയർച്ചയും താഴ്ചയും, എൻ്റെ വളർച്ചയും തളർച്ചയും, എൻ്റെ കുതിപ്പും കിതപ്പും, എൻ്റെ നന്മയും തിന്മയും എൻ്റെ അപ്പച്ചൻ അനുവദിക്കാതെ സംഭവിക്കില്ല. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഈ ദൂതിന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ നിന്റെ തലയിൽ കയറി ഓടുമാറായെങ്കിൽ, അവൻ നിന്നെ വലയിൽ അകപ്പെടുത്തിയെങ്കിൽ, അവൻ നിന്നെ മുതുകത്തൊരു ഭാരം വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിനക്കൊരു അസാധാരണ ശോധന അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിൽ നമ്മുടെ അപ്പച്ചൻ അനുവദിച്ചതാണ് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ആഴത്തിൽ ഒരു കാര്യം ചെയ്യണം. എൻ്റെ ദൈവമേ, എൻ്റെ മേൽ ശിക്ഷാക്രമം ഉണ്ടാകാതിരിക്കത്തക്ക വിധം വർത്തമാനകാലത്ത് അന്യായ ബന്ധനത്തെ അഴിക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്, വാ തുറന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ കർത്താവേ, എൻ്റെ മേൽ, ഇന്ന് രാത്രി എൻ്റെ മേൽ ഒരന്യായ ബന്ധനം മുറുകാനിടയാകാതിരിക്കത്തക്ക വിധം എൻ്റെ കുറവുവശങ്ങളെ വിശുദ്ധി കൂടാതെ കർത്തൃമേശയിൽ കൈനീട്ടുന്നത് ഉൾപ്പെടെ എൻ്റെ കുറവുവശങ്ങൾ ഒന്നും എൻ്റെ മേൽ പ്രബലമാകാതിരിപ്പാൻ കണ്ണുനീര് കൊണ്ട് അങ്ങയുടെ പാദം കഴുകാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലെ വ്യക്തികളോട് പറയുന്നു, നീ ഒഴുക്കിയ കണ്ണുനീരിനാണ്, നീ കുടിച്ച വീഞ്ഞിനേക്കാൾ
എൻ്റെ ദൈവം പ്രാധാന്യം നൽകുന്നത്. കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ രാത്രിയിലെ വ്യക്തികളെ ചൂണ്ടി ആത്മനിയോഗത്തോടെ പറയുന്നു, അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കളെക്കാൾ സഹിക്കുന്ന മുള്ളുകൾക്ക് പുറകിൽ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എന്നിട്ട് ഇങ്ങനെ ദൈവസനെ പറയണം, കർത്താവേ, ഇന്ന് രാത്രി മീറ്റിങ്ങിന് ആശീർവാദം പറയുന്നതിന് മുൻപ് എനിക്കെതിരെ ഉയരാൻ സാധ്യതയുള്ള ദൈവകോപത്തിന്റെ ബാലശിക്ഷയുടെ ക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതെന്നെ ബോധ്യപ്പെടുത്തിയിട്ട് എനിക്കെതിരെ ദൈവകരം ഉയരുന്നതിന് മുൻപ് അത് ക്രമീകരിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ ചിന്തിക്കും. അപ്പൊ പാസ്റ്ററെ, ഈ വർത്തമാന കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യപരിപാടികൾ ശരീരത്തിലും ജീവിതത്തിലും സംഭവിക്കുമോ? ഞാൻ ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് മുൻപ്, ആ പശ്ചാത്തലത്തിന് മുൻപ് ഒരു വിഹക വീക്ഷണത്തിലൊന്ന് കൊണ്ടുപോകാം. എന്നിട്ട് ആ സിംഹാസനത്തിലേക്ക് ഒന്ന് തിരിച്ചു വരണം. ദൈവത്തിന് സ്തോത്രം. ഈ യാക്കോബ് സഹോദരൻ്റെ വസ്ത്രം ധരിച്ച് അപ്പനെ കളിപ്പിച്ചു. സഹോദരൻ്റെ വസ്ത്രം ധരിച്ചാണ് അപ്പനെ കളിപ്പിച്ചത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വനത്തിൽ നിന്ന് മക്കൾ കയറി വന്നപ്പോൾ ഒരു പൊതിക്കെട്ടുമായിട്ടാണ് വന്നേ. പപ്പ, ഇത് അങ്ങയുടെ വാത്സല്യപുത്രൻ്റെതാണോ നോക്ക്. അത് പിടിച്ച് തുറന്ന് നോക്കിയപ്പോഴേ ആ ചങ്ക് പൊട്ടിപ്പോയി, ഇടനെഞ്ച് പൊട്ടി. ഈ വസ്ത്രവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ അപ്പൻ കരയുന്നത് കണ്ടോ? ശരിക്കും പറഞ്ഞാൽ കളിപ്പിക്കപ്പെട്ട് കരയുകയാണ്. പണ്ട് കണ്ണ് കാണാത്തപ്പോൾ അപ്പനെ കളിപ്പിച്ചു, ഇപ്പൊ കണ്ണ് കാണുന്ന സമയത്ത് മക്കൾ തിരിച്ചു കളിപ്പിക്കുന്നെങ്കിൽ 10 25 കൊല്ലത്തിന്റെ പഴക്കം സംഭവിച്ചാലും വിതച്ചത് കൊയ്യാതെ പോകില്ല. അതിനനുസരിച്ചൊരു കരം ഇതിനെ പുറകിൽ ചലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, എൻ്റെ ദൈവമേ, ആ ബന്ധനം എൻ്റെ മേൽ വ്യാപരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, അബ്ശാലേം, സ്തോത്രം, അബ്ശാലോം, പിതാവ്, ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. പക്ഷെ ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല. സ്വന്തം അപ്പന് നേരെ ഒരു ഗൂഢാലോചനയുടെ കൂട്ടുകെട്ടുണ്ടാക്കി. ഇവൻ കൊടുങ്കാറ്റ് പോലെ വരുന്ന സമയം കൊട്ടാരം ഒഴിഞ്ഞ് അപ്പൻ ഒലിവുമലയുടെ കയറ്റം കയറി ചെരുപ്പിടാതെ നമ്മുടെ നാഥൻ കരഞ്ഞുകൊണ്ട് ഗതസമന കയറിയതുപോലെ കയറുകയാണ്. സ്തോത്രം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 10 വെപ്പാട്ടിമാരെ പട്ടണത്തിന് അന്നത്തെ കാലവ്യവസ്ഥിതി അല്ലെങ്കിൽ ഭാര്യമാരെ ആക്കിയിരുന്നത്. തൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചു, എൻ്റെ അപ്പൻ്റെ കണ്ണിന് നിന്ദ്യനാകാൻ അങ്ങേയറ്റത്തെ കടുങ്കൈ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ പറഞ്ഞു കൊടുത്തു, നീചമായൊരു പ്രവൃത്തി, നിന്റെ അപ്പൻ്റെ ഭാര്യമാരോട് ദുർമാർഗം ചെയ്യണം. വഴിവക്കിൽ തയ്യാറാക്കിയ വെൺശീലകൾ വിരിച്ച താൽക്കാലിക വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിൽ ഒരു മണ്ഡപം തീർത്തിട്ട് ഇസ്രയേൽ എല്ലാം കാണുക, അബ്ശാലോം എന്ന ദൈവദാസന്റെ തലമുറ ദുർമാർഗം ചെയ്യുമ്പോൾ, ദൈവമക്കൾ ഓർക്കണം, ഇത് സാധാരണ സംഭവമല്ല. 10 സ്ത്രീകളോടാണ് ഇത് ഇടപെടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കരം ചരിത്രത്തിലൊന്ന് തിരിയാൻ തുടങ്ങി. യാത്ര ചെയ്ത കോവർ കഴുത ആരാച്ചാരായി മാറി. തലയിൽ പറന്നു നിൽക്കുന്ന തലമുടി തൂക്കുകയറായി മാറി. മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കരിവേലകം കഴുകുമരമായി മാറി. ഞാനിന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന യുവക്കൾ പറയാം, എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിച്ചാൽ നിന്റെ അഭിമാനം നിമിഷ നേരം കൊണ്ട് തിരിയും. സ്തോത്രം. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, ആകാശത്തിനും ഭൂമിക്കും മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ഇയാൾ. കോവർ കഴുതയിൽ ഓടിപ്പോയപ്പോൾ തലമുടി പിടിക്കപ്പെട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. കൊല്ലപ്പെട്ടപ്പോൾ എത്ര ബാല്യക്കാർ കൂടിയാണ് തല്ലിക്കൊന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 ബാല്യക്കാർ ചുറ്റും നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊല്ലുമ്പോൾ 10 പേരുടെ അടി ഒരുപോലെ ഏറ്റു മരിക്കുന്ന വേളയിൽ അതിൻ്റെ പുറകിൽ ഒരു പ്രധാന കാരണമുണ്ടെന്ന് ഓർക്കണം. നിങ്ങൾക്കറിയാമോ, ഒരു പക്ഷേ ചില വിധികൾ ഒരു വ്യക്തിയുടെ മരണം കൊണ്ട് പോലും തീരുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയുടെ മരണം കൊണ്ട് പോലും ചില വിധികൾ തീരില്ല. ദൈവത്തിന് സ്തോത്രം. ബാലശിക്ഷയുണ്ട്, പരിശോധനയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജുഡീഷ്യറിയുടെ ഗൗരവം തിരിച്ചറിയുക. ഒരഭിഷിക്തൻ ഒരു കൊട്ടാരത്തിനകത്ത് കൂകുന്ന, കുരയ്ക്കുന്ന, ചലയ്ക്കുന്ന, വായിലൂടെയും മൂക്കിലൂടെയും ഈളയും തുപ്പലും ഒലിപ്പിക്കുന്ന ഒരു ഭ്രാന്തനായ ശൗലിൻ്റെ അടുക്കൽ കിന്നരം വായിക്കാൻ കടന്നു ചെന്നു. അവൻ്റെ വിരൽത്തുമ്പുകൾ കിന്നരത്തിൻ്റെ തന്ത്രിയിൽ തൊടുമ്പോൾ ഇവനിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് ഇളകിത്തുള്ളും.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിൽക്കുന്ന സമയം ഇവരിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ നിയോഗത്താൽ മുൻപിലിരിക്കുന്ന കുന്തം ഈ അഭിഷിക്തന്റെ ചങ്ങിന് നേരെ ചാണ്ടി. സ്തോത്രം. അകത്തവൻ ഒഴിഞ്ഞു മാറി. ഓർക്കുക, നീ കൃപയിൽ നിൽക്കുന്നവനാണെങ്കിൽ മുൻപിൽ നിൽക്കുന്നവന്റെ തന്ത്ര നീക്കത്തിന് മുൻപിൽ നെഞ്ചു വിരിച്ച് നിൽക്കണ്ട, ഒഴിഞ്ഞു മാറിക്കോ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നീ ഒഴിഞ്ഞു മാറിക്കോ. എൻ്റെ ദൈവം അവിടുത്തെ ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. വർഷങ്ങൾ മുൻപോട്ട് പോയി. ദൈവത്തിൻ്റെ കാര്യപരിപാടി ചലിച്ചത് രംഗം അത്ഭുതകരമായിരുന്നു. സ്വർഗത്തിൻ്റെ ജുഡീഷ്യറി ചലിക്കുന്ന രംഗമുണ്ടായി. നിങ്ങൾക്കറിയാമോ, ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു കരച്ചിലാണ് സിഗ്ലാഗിൽ സകലത്തെയും അപഹരിച്ചു കൊണ്ട് പോയപ്പോൾ കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞത്. ആ സമയം ഒടുവിൽ ആ യാത്ര ശത്രുക്കളെ പിന്തുടർന്ന് പോയി അപഹരിച്ചതിനെ തിരിച്ചു പിടിക്കാനുള്ള യാത്രയിൽ ഇവൻ പോയ സമയം മറ്റൊരു യുദ്ധം ഫെലിസ്ത്യരുമായി ശൗൽ നടത്തുകയാണ്. അന്ന് ഈ പോക്ക് പോയില്ലായിരുന്നെങ്കിൽ ശത്രുക്കളോട് ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താൻ നിർബന്ധിക്കപ്പെട്ടതിനെ. ചില വിഷയത്തിന് നടുവിൽ അസാധാരണ കരച്ചിൽ ഉയരുന്നെങ്കിൽ നിന്റെ വിഷയത്തെ എൻ്റെ ദൈവം വഴിതിരിച്ചു വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, അവസാനം ഗിൽബോവ പർവ്വതത്തിൽ ശൗലും മക്കളും ആത്മഹത്യ ചെയ്യുമ്പോൾ ചെയ്തത് എങ്ങനെയെന്നറിയാമോ? വാൾ കുനിച്ചു നിർത്തി അതിലേക്ക് വീണ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഒടുവിൽ അതുവഴി വന്ന ഒരു യൗവനക്കാരൻ കൊല ചെയ്യാൻ നിർബന്ധിതനായി കഴുത്ത് വെട്ടിക്കളഞ്ഞിട്ടും വിധി തീർന്നില്ല. അന്ന് രാത്രി ബേത്ശേമ്യർ നടന്നു വന്നു. അവർ ഈ ഡെഡ് ബോഡി ഉദരം തുളച്ച് കയറിയിരിക്കുന്ന ഉപകരണത്തോടൊപ്പം ഉയർത്തിക്കൊണ്ടുപോയി അവരുടെ ക്ഷേത്രത്തിന്റെ ചുവരിൽ തൂക്കി നിർത്തി. നിങ്ങൾ കണ്ടോ ആ ബോഡി നിൽക്കുന്നത്? ഒരു ശൗൽ എന്ന അഭിഷിക്തന്റെ, ശമൂവേൽ പ്രവാചകന്റെ തൈലക്കൊമ്പിൽ നിന്നും അഭിഷേക തൈലം ഏറ്റുവാങ്ങിയവന്റെ ബോഡി ഇപ്പോൾ ഭിത്തിയിൽ തൂങ്ങി നിൽക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ. എന്താ കാര്യം? വർഷങ്ങൾക്ക് പുറകിൽ കിന്നരം വായിക്കാൻ മുറിക്കകത്തെത്തിയപ്പോൾ ഭിത്തിയോട് ചേർത്ത് കുത്തിമലത്താൻ പ്ലാൻ ചെയ്ത നിന്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ വിധി നിന്റെ കഴുത്ത് വെട്ടിയിട്ടും തീരില്ല. ഇതിനപ്പുറത്ത് ഇനിയും ബാക്കി തീരണമെങ്കിൽ നിന്റെ ഡെഡ് ബോഡി ഭിത്തിയിൽ തൂങ്ങിയേ തീരൂ. ഹോ, ഈ ദൂതിന്ന് രാത്രി ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വർത്തമാനകാലത്ത് വിധിയുണ്ടോ? സീസര ഇസ്രയേലിനെ നശിപ്പിക്കേണ്ടതിന് 900 ഇരുമ്പ് രഥങ്ങൾ സജ്ജമാക്കി. പക്ഷേ ഇരുമ്പ് രഥങ്ങൾ സജ്ജമാക്കിയ ഈ സീസരയുടെ മരണം ഒരു സ്ത്രീ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, സ്തോത്രം, കൂടാരത്തിൻ്റെ ഇരുമ്പ് കുറ്റിയാണ് ചെന്നിയെ തകർത്തിറങ്ങിയത്. എന്താണോ വിതച്ചത് അത് തന്നെയാണ് തിരിച്ചു കൊയ്യാൻ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ കാലിലെ ചെരുപ്പൂരി മാറ്റിയിട്ട് മോശ തീയുടെ മുൻപിൽ നിന്നതുപോലെ വേണം ഈ ദൂതിൻ്റെ മുൻപിൽ നിന്ന് ഈ വചനം കേൾക്കാൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയായി. എന്താണോ വിതച്ചത് അത് തന്നെ ഒരു ജനറേഷൻ കൊണ്ട് കൊയ്യാതിരിക്കത്തക്ക വിധത്തിൽ എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കൈകൾ സ്തോത്രത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയരട്ടെ. ഞാനിന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, സ്തോത്രം, ഓടാമ്പലും സ്തോത്രം ഒരു കെട്ടിടത്തിന്റെ മതിൽക്കെട്ടുകളുടെ വാതിലും പൊളിച്ചെടുക്കത്തക്ക വിധം അസാധാരണ ശക്തി പ്രാപിച്ച ആളായിരുന്നു ശമൂവേൽ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ശിംശോൻ, അവസാനത്തെ രംഗം അദ്ദേഹത്തിന്റെ ഏത് അവയവമാണ് പാപത്തിന് കളിപ്പാവയായി മാറിയെന്നറിയാമോ? ദലീലയെ കണ്ട് അവളോട് അഭിരമിച്ചത് കണ്ണിലൂടെയാണ്. ഈ അഭിഷിക്തന്റെ കണ്ണായിരുന്നു അശുദ്ധിയുടെ കേളീരംഗമായി മാറിയത്. അവസാനമായി ഒരു ബാലൻ ക്ഷേത്രത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ഇവനെ കളിപ്പിക്കുന്ന സമയം ഇവന്റെ ഏത് അവയവമാണ് ചുഴന്നെടുത്തതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഏത് അവയവമാണോ പാപത്തിന് കാരണമായത് അതേ അവയവം തന്നെ ചുഴന്നെടുക്കപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷാക്രമം വർത്തമാന കാലത്തിൽ ഉണ്ട് പ്രിയരെ. കണ്ണടയ്ക്കുന്നതിന് മുൻപ് തിരിച്ചടി കൊയ്യത്തക്ക വിധം ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ ഒരു കൊച്ചു കാര്യം കൂടെ പറയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, അബീമേലെക്ക് നിങ്ങൾ തിരുവെടുത്ത് വായിച്ചാൽ മതി. യെരുബാലിൻ്റെ 70 മക്കളെ ഒരു കല്ലിൽ വെച്ച് കൊന്നു. കൊല്ലാൻ ഉപയോഗിച്ച സംവിധാനം കല്ലായിരുന്നു. കല്ലിൽ വെച്ച് വാൾ കൊണ്ട് വെത്തിക്കൊല്ലും. ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു, യോധ മാത്രം രക്ഷപ്പെട്ടു. അബീമേലെക്ക് യെരുബാലിൻ്റെ 70 മക്കളെയാണ് കൊന്നത്. ഒടുവിൽ ചില വർഷങ്ങൾ കഴിഞ്ഞു. ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു മതിൽക്കെട്ടിനോട് ചേർന്ന് ഇയാൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു തിരികല്ലിൻ പിള്ളയെടുത്ത് എങ്ങോട്ടെറിഞ്ഞു? ഇയാളുടെ തലയിലേക്ക് തന്നെ ഇട്ടു. തല തകർന്ന് ചോരയിൽ കുളിച്ച് നിലത്ത് വീണപ്പോൾ
വന്നപ്പോൾ അവൻ്റെ യുദ്ധവീരനായ ബാല്യക്കാരനോട് പറഞ്ഞു, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് വരാതിരിക്കേണ്ടതിന് നീ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക. അർത്ഥമെന്താ? എന്തിനാണ് ഈ കല്ലുകൊണ്ട് തന്നെ തല തകർന്നത്? അതേ കുഞ്ഞെ, വർഷങ്ങൾക്ക് പുറകിൽ നീ സാധുക്കളായ കുഞ്ഞുങ്ങളുടെ മേൽ കല്ലാണ് ഉപയോഗിച്ചത്. ആ കല്ല് തന്നെ നിന്റെ തിരിച്ച് തലയ്ക്ക് പായാൻ എൻ്റെ ദൈവത്തിൻ്റെ കാര്യപരിപാടി ചലിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഇതിൻ്റെ പുറകിൽ ഒരു ജുഡീഷ്യറി ഉണ്ട്. ആ കരം ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്നു. കരയാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ചങ്കിന് നേരെ വിരൽ ചൂണ്ടുന്ന ദൈവത്തിൻ്റെ വചനം ഒരു അനുതാപത്തിലേക്ക് ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ നിങ്ങളെ വിളിക്കുകയാണ്. ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് യാത്രയാകുന്നതിന് മുൻപ് എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ സാധാരണ ശബ്ദത്തിലല്ല, ഒരു അസാധാരണ ശബ്ദത്തിൽ നിലവിളിച്ച് പറയണം, എന്നെ കഴുകണേ കർത്താവേ. നോക്ക്, സ്തോത്രം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേ, ഹാമാന്റെ പാപത്തിന്മേൽ ദൈവത്തിന്റെ ശിക്ഷ വർത്തമാനകാലത്ത് നടന്നെങ്കിൽ, ഇസ്രയേലിന്റെ മധുര ഗായകനായ ദാവീദിന്റെ പാപത്തിന്മേൽ നാഥാനിലൂടെ ദൈവത്തിന്റെ കാര്യപരിപാടികൾ കൃത്യസമയത്ത് ചലിച്ചെങ്കിൽ, അനന്യ സഫീറമാരുടെ പാപത്തിന്മേൽ ദൈവത്തിന്റെ ശിക്ഷാക്രമം കൃത്യസമയത്ത് ചലിച്ചെങ്കിൽ, ഇന്ന് ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് ഞാൻ പരാമർശിച്ച് അവസാനിപ്പിക്കുന്നത്. ഞാൻ മുമ്പേ ഒരു സിംഹാസന രംഗം പറഞ്ഞിരുന്നു. സ്വർഗസിംഹാസനം, നമ്മുടെ അപ്പച്ചൻ്റെ സിംഹാസനം. നിങ്ങൾക്കറിയാമോ, ഞാൻ പറയുന്നൊരു വാക്യം നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിധിയാണ്. വീണ്ടും ജനനത്തിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ബലഹീനതകളെ നാം യഥാവിധി ഏറ്റുപറയുമ്പോൾ, കാട്ടുകള്ളൻ വീരപ്പനായാലും ക്ഷമിച്ച് കഴുകാൻ കഴിവുള്ള രക്തത്തിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. മദ്രാസിലെ മോനെ അറിയാമോ? മദ്രാസിലെ മോൻ, കരിക്കൻവില്ല കുലക്കേസിലെ ഒന്നാമത്തെ പ്രതി, സ്വന്തം വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ നരാധമൻ. പക്ഷേ അവനെ കഴുകാൻ കഴിഞ്ഞതാണ് യേശുവിൻ്റെ രക്തമെങ്കിൽ, നമ്മെ കഴുകാൻ കഴിവുള്ള യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം, രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്നു കഴിഞ്ഞ് ഒരു ദൈവ പൈതൽ ചെയ്യുന്ന തെറ്റുകൾ ദൈവസന്നിധിയിൽ പാപത്തിൽ തുടരുമ്പോൾ ബാലശിക്ഷയുടെ നടപടിക്രമം സ്വർഗം സ്വീകരിക്കുകയാണ്. നടപടിക്രമം ആരംഭിക്കാൻ പോകുന്നു. ഒന്ന് കേസ് ഫയൽ ചെയ്യുന്ന രംഗമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, കേസ് ഫയൽ ചെയ്യുന്ന രംഗമാണ്. കർട്ടൻ അടച്ച് കഥകടച്ചാര് കാണാതെ ചെയ്താലും സർവശക്തന്റെ ജ്വലിക്കുന്ന ദൃഷ്ടികൾ ഈ രംഗം ഒപ്പിയെടുക്കും. എന്നാൽ അതിനു മുൻപ് ഓർക്കുക, രാപ്പകൽ ഭേദമന്യേ നിനക്കെതിരെ വാദിക്കുന്ന ഒരു എതിർ ഗ്രൂപ്പുണ്ട്. അവനാണ് പൈശാചിക ശക്തി. കൈയോടെ ദൈവസന്നിധിയിൽ ചെല്ലും. സ്തോത്രം. കണ്ടോ, ശക്തമായ ആരാ നടക്കുക? കർത്തൃമേശ കൈ നീട്ടിയെടുത്തിട്ടുണ്ട്. ആ കൈ നീട്ടിയെടുക്കുന്ന കർത്തൃമേശ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവൻ സ്വന്തം പിതാവിന്റെ കണ്ണുനീരിന് മുഖാന്തരമായി ഇത് ചെയ്തിട്ടുണ്ട്. സ്വന്തം അഭിഷിക്തനെതിരെ കരുക്കൾ നീക്കിയിട്ടുണ്ട്. രാവിലെയും ഗൂഢാലോചന ചെയ്തിട്ടാണ് വിശുദ്ധ മേശയിൽ കൈനീട്ടുന്നത്. സ്തോത്രം. വ്യഭിചാരം ജീവിതത്തിന്റെ ഭാഗമാണ്. തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും ജീവിതത്തിലെ ക്രമക്കേടുകളും ഇദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. സാത്താൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ രക്ഷകനുണ്ട്. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലയോ? എൻ്റെ രക്തം അവന് വേണ്ടിയല്ലയോ വാദിക്കുന്നത്? മധ്യസ്ഥത അണയ്ക്കുമ്പോൾ തന്നെ അനുതാപത്തിന് അവസരമുണ്ടാകേണ്ടതിന് സ്ഥലം സഭാ ശുശ്രൂഷകന്റെ മനസ്സിലൊരു നിയോഗമുണ്ടാകുന്നു. ആ നിയോഗം ഒരു വ്യക്തിയെ ശുശ്രൂഷയ്ക്കായി നിന്റെ പാപം ഓർപ്പിക്കാൻ സഭയിലേക്ക് അയക്കുന്നു. പ്രസംഗം ചെവി തുറന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എതിർവാദി ഭാഗമായ സാത്താന്റെ പ്രതിനിധിയായ പൈശാചിക ശക്തികളും ദൈവത്തിന്റെ ദൂതസഞ്ചയങ്ങളും യോഗത്തിൽ സന്നിഹിതരാണ്. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരിങ്കല്ലിനെ പോലെ കഠിന ഹൃദയമാക്കിക്കൊണ്ട് എനിക്കൊന്നും ഇത് ബാധകമല്ല എന്ന മട്ടിൽ ഇരിക്കുന്ന സമയം, ഇതാ അടുത്ത മിനിറ്റിൽ നിന്റെ ദൈവസന്നിധിയിലേക്ക് സാത്താൻ പ്രതിയോഗി തെളിവുമായിട്ട് എത്തിക്കഴിഞ്ഞു. എന്തിനാ എത്തിയത്? മറ്റൊന്നുമല്ല, അനുതാപം വരാൻ മുഴങ്ങിയ വചനത്തെ നീ പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബാലശിക്ഷയുടെ ക്രമം ആരംഭിക്കുകയായി. തുടക്കം മരണമല്ല, തുടക്കം ബലഹീനതയാണ്. തുടക്കം ബലഹീനതയാണെങ്കിൽ ബലഹീനത ആരംഭിച്ച് അല്പമിനിറ്റുകൾ മുൻപോട്ട് പോകുമ്പോൾ രോഗത്തിലേക്ക് പോകുന്നു. രോഗം, ശ്മശാന ഉറക്കം
എന്ന നിത്യനിദ്രയിലെത്തിക്കുന്നു. വാഗ്ദത്തത്തിൻ്റെ ഘടികാര സൂചികൾ നിനക്ക് വേണ്ടി കറങ്ങി പൂർണ്ണമാകും മുൻപ് നിന്റെ ആയുസ് ദൈവസന്നിധിയിൽ അവസാനിക്കുന്നു. അരുത്. ഒറ്റ വഴിയേ പരിഹാരത്തിനുള്ളൂ. അന്യായ ബന്ധനം അഴിക്കുക. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. കർത്താവിന് സ്തോത്രം. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഗ്ലോറി. രക്തത്താൽ ജയം. ശബ്ദമുയർത്തി വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നീ എന്നെ കഴുകണമേ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഞാൻ ഈ ആത്മിക ശുശ്രൂഷയ്ക്ക് നടുവിൽ കാണുന്നു. കരയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കരയാൻ കഴിയണം. നിലവിളിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിലവിളിച്ച് കരയണം. എൻ്റെ ജീവിതത്തിൻ്റെ അപാകതകളെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ തെറ്റുകൾ ഓർത്ത് കരയാൻ കഴിവുള്ളൊരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത 4-5 മിനിറ്റുകൾ കരയാനുള്ള രംഗമാണ്. ദൈവകൃപ പ്രാപിച്ച നിങ്ങളെ കർത്താവ് കരയാൻ വിളിക്കുകയാണ്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില വാഗ്ദത്തങ്ങൾ നിന്റെ വീട്ടിൽ നിവർത്തിക്കപ്പെടാതിരിക്കാൻ, ചില ദൈവപ്രവർത്തികൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കാൻ, ചില വിടുതലുകൾ നിന്റെ ശരീരത്തിന്മേൽ വെളിപ്പെടാതിരിക്കാൻ, ചില ദൈവപ്രവർത്തികൾ നിന്റെ തലമുറയിൽ പ്രതിഫലിക്കാതിരിക്കാൻ വാദിക്കുന്ന ചില ശക്തികൾ നിന്റെ ചെവിയുടെ പുറകിൽ വ്യാധിച്ചുകൊണ്ട് നിന്നോട് ഇത് അനുവദിക്കാത്ത വിധത്തിൽ അടിച്ചമർത്തിയിട്ട് ഇല്ല, വേണ്ട 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 എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ ചലിക്കും. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നിയോഗത്തോട് പറയാം, ദൈവത്തിൻ്റെ വാഗ്ദത്വം നിന്റെ മേലുണ്ടെങ്കിൽ സമയമാകുന്നതിന് മുൻപ് നിന്റെ ജീവനെ എടുത്തു കളയാൻ സാത്താന്യ ശക്തികൾ പദ്ധതികൾ തയ്യാറാക്കിയാൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അതിനെ ഉടച്ചു മാറ്റിയിട്ട് ആയുസ്സിനെ വർദ്ധിപ്പിച്ച് ദൈവത്തിൻ്റെ നിർണയത്തിൻ്റെ സമയം വരെ നിന്നെ എത്തിക്കാൻ കഴിവുള്ള ദൈവ തേജസ്സിൻ്റെ കരം നിനക്ക് അനുകൂലമായിട്ട് ഉയരുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും എൻ്റെ ശരീരത്തിന്മേൽ ദൈവനിർണയത്തിൻ്റെ സമയത്തിന് മുൻപ് ബാലശിക്ഷ പ്രബലമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രക്തത്താൽ ജയം. പ്രാർത്ഥന ഉയരട്ടെ. ഇരിക്കുന്ന സകല ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രാത്രിയിലെ വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. അവിടുത്തെ വചനത്തിൻ്റെ അധികാരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാർജ രക്തത്തിൻ്റെ ശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ ഇവിടെ വ്യാപരിക്കുന്നു. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇറങ്ങി വന്നവന്റെ കരം, പത്മോസിൽ വെളിപ്പെട്ട ദൈവപുത്രന്റെ കരം, ഇത്രയും ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മീതെ ബലത്തോടെ ഉയരുകയാണ്. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അപാകതകളെ ദൈവസന്നിധിയിൽ, അതെ ദൈവസന്നിധിയിൽ യാതൊരു അനുരജ്ഞനവുമില്ലാതെ അലറിക്കരഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും കർത്താവേ, എൻ്റെ ജീവിതത്തിന്മേൽ ഒരു പ്രവൃത്തിയുടെ രഹസ്യം പാലിച്ചതുകൊണ്ട് ബാലശിക്ഷ അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ദൈവമക്കളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരഞ്ഞാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല എൻ്റെ കൂടപ്പിറപ്പേ പൈശാചിക ശക്തികളുടെ പ്രവൃത്തി. പ്രാർത്ഥിക്കുന്ന നിന്റെ വാഗ്ദത്തത്തിനെതിരെ അവൻ പടപൊരുതി നിൽക്കുകയാണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ തകർത്ത് കളയത്തക്ക വിധം അവൻ നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നീ കൃപയിൽ നിൽക്കുന്നത് കാണുമ്പോൾ സാത്താന്യ ശക്തികൾ ആകെ ഇളകി മറിയുകയാണ്. എന്നാൽ അവന്റെ വാദഗതികളെ മുഴുവൻ തകർക്കത്തക്ക വിധം നിന്റെ അനുതാപത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഞാൻ നിങ്ങളൊരു വസ്തുത പറയാം. ആത്മലോകത്തെ ബാധിച്ചിരിക്കുന്ന ഒരു മാരക വിഷമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചോദ്യത്തിന് മറുപടി പറയണം. സാത്താൻ ജ്ഞാനിയാണോ സർവജ്ഞാനിയാണോ? ജ്ഞാനിയാണ്. കരമുയർത്തി പറഞ്ഞാട്ടെ. സാത്താൻ ആരാ? ജ്ഞാനി. ദൈവം സർവജ്ഞാനിയാണോ ജ്ഞാനിയാണോ? സർവജ്ഞാനി. അങ്ങനെയാണെങ്കിൽ സാത്താൻ ജ്ഞാനിയും ദൈവം സർവജ്ഞാനിയുമാണല്ലോ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പരാമർശനം പറഞ്ഞ് നിർത്താം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിന്റെ ഷെക്കൈനയുടെ വെട്ടേറ്റ് തലകുത്തനെ താഴേക്ക് പതിക്കുന്ന പൈശാചിക ശക്തികളെ കുറിച്ച് ബൈബിൾ ഒരു പ്രയോഗം പറയുന്നുണ്ട്. തന്റെ ദാസന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന ആ പവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. സാത്താൻ ഇവിടെ ഉണ്ട്, ഈ പരിസരങ്ങൾ നിരീക്ഷണ വിധേയനായി നിൽക്കുകയാണ്.
ഒരു ഭക്തനായ ദൈവദാസൻ പറഞ്ഞു, കോഴിക്കൂടിന് മുൻപിൽ കുറുക്കൻ വരുന്നത് പോലെയാണ് സാത്താൻ്റെ വരവ്. തലേ ദിവസം കിട്ടാഞ്ഞത് കൊണ്ട് ഒരു നിരാശയിലെ പിറ്റേ ദിവസവും വരും. ഇതുപോലെ സാത്താൻ നിരന്തര നിരീക്ഷണത്തിലാണ്. സ്തോത്രം. അവൻ ഇവിടെയുണ്ട്, പരിസര നിരീക്ഷണം നടത്തി നിൽക്കുകയാണ്. അവൻ ഒരു ഭക്തന്റെ കുറ്റം ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് കള്ളമായിരിക്കുമോ സത്യമായിരിക്കുമോ? ഹലോ, സത്യമായിരിക്കും. അമ്മച്ചി പറഞ്ഞു സത്യമായിരിക്കും. കാരണം ദൈവം സർവജ്ഞാനിയും സാത്താൻ ജ്ഞാനിയുമാണ്. സർവജ്ഞാനിയുടെ മുൻപിലേക്ക് ഒരു വസ്തുത പ്രസന്റ് ചെയ്യുമ്പോൾ ആ ചാർജ് ഷീറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയം സത്യമല്ലെങ്കിൽ സർവജ്ഞാനിയുടെ നോട്ടം കൊണ്ട് ആകാശഭൂമികൾക്ക് മുൻപിൽ മലർന്നു കിടക്കുകയാണിത്. സത്യം സാത്താൻ അവതരിപ്പിച്ചിട്ടും സ്വർഗം അവനെ വിളിക്കുന്ന പേര് അപവാദി. അതിന്റെ കാര്യം എന്താ? സത്യമാ പറഞ്ഞത്. അങ്ങനാണെങ്കിൽ അപവാദി എന്ന് പറയരുതല്ലോ. കാര്യം പറയാം. ഈ അവതരിപ്പിക്കുന്ന സത്യത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇവ മുടിഞ്ഞു കാണണം. സ്തോത്രം. എൻ്റെ കൂട്ടു സഹോദരൻ നശിച്ചു കാണണം എന്ന ലക്ഷ്യത്തോടെ ഏത് സാധ്യതകളെ ഉപയോഗിച്ച് സത്യം അവതരിപ്പിച്ചാലും അതിൻ്റെ പുറകിൽ നിന്റെ രക്തത്തിൽ കലർന്നിരിക്കുന്നത് 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജമുടിയും തീ നിറമുള്ള മഹാസർപ്പത്തിന്റെ ശക്തിയാണ്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ ശിക്ഷാക്രമങ്ങൾ വ്യാപരിക്കും. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ മേൽ അന്യായ ബന്ധനങ്ങൾ പ്രബലമാകരുത്. ശബ്ദമുയർത്തിയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എൻ്റെ മാതാപിതാക്കൾ ഞാൻ മുഖാന്തരം കരയരുത്. എൻ്റെ ജീവിത പങ്കാളി ഞാൻ മുഖാന്തരം നിലവിളിക്കരുത്. എൻ്റെ കുടുംബം ഞാൻ മുഖാന്തരം വേദന അനുഭവിക്കരുത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി പറഞ്ഞാട്ടെ, എൻ്റെ സഭാ ശുശ്രൂഷകൻ ഞാൻ മുഖാന്തരം തകരരുത്. എൻ്റെ അടുത്ത് പാർക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണ് നനയാനിടയാകരുത്. യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ജയം. ഓഫീസിലായാലും സ്വകാര്യ ബന്ധങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിന്മേൽ ബാലശിക്ഷയ്ക്ക് മുഖാന്തരമാകുന്നതൊന്നും നിങ്ങളുടെ മേൽ സംഭവിക്കാതിരിക്കത്തക്ക വിധം ഇന്ന് രാത്രിയിൽ കർത്താവേ നീ എന്നെ കഴുകണേ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞ്, ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു കോടി കോടി ദൂത സഞ്ചയങ്ങൾ ചുറ്റിച്ചുഴന്ന് നിൽക്കുന്ന ദൈവസിംഹാസനത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ തേജസ്സിൽ അവൻ ഉപവിഷ്ടനായിരിക്കുമ്പോൾ പ്രതിയോഗിയായ പൈശാചിക ശക്തികൾ നിനക്കെതിരെ എന്തൊക്കെ വാദഗതികൾ ഉയർന്നാലും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നിന്നെ കഴുകാൻ ഇവിടെ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കഴുകരൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ടോ? നിന്നെ തൊടേണ്ടതിന് കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. ആ ഉയർത്തിയ കരങ്ങളോടെ ശബ്ദം ഉയർത്തി യേശുവേ എന്ന് ലജ്ജ കൂടാതെ ഒന്ന് പറയത്തക്ക വിധത്തിൽ വാ തുറന്നുള്ള നിലവിളി ഉയരട്ടെ, നിലവിളി ഉയരട്ടെ, നിലവിളി ഉയരട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവ തേജസ്സിന്റെ മേഘം നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു പ്രിയപ്പെട്ടവളെ. ദൈവ തേജസ്സിന്റെ മേഘം നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു വാത്സല്യ സഹോദര. നിന്റെ ബാലശിക്ഷ പ്രബലമാകാതിരിക്കത്തക്ക വിധം ഒന്ന് കഴുകാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പകലായിരിക്കും, രാത്രിയായിരിക്കണം. ഇന്ന് രാത്രി, നാളെ രാവിലെ വിശുദ്ധ മേശത്തെ ആരാധനയ്ക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൈ നീട്ടുന്നതിന് മുൻപ് ജീവിതത്തിന്റെ ഇന്നലകളുടെ ചരിത്രത്തിൽ മറഞ്ഞു കിടക്കുന്ന മാനസിക മുറിവിന് മുഖാന്തരമായിട്ടുള്ളതെല്ലാം അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ചില ക്രമീകരണങ്ങൾ പ്രാപിച്ചിട്ട് മാത്രമേ ഞാൻ ഈ ആലയത്തിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന് കഴുകാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ടോ? ദൈവസ്ഥനിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിന്റെ അടുക്കൽ നിൽക്കുകയാണ് സാത്താന്യ പ്രതിയോഗി. നിന്നെ കൊണ്ട് വാ തുറന്നത് ഏറ്റുപറയാൻ അനുവദിക്കാതെ സാത്താൻ അതിന്റെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും പ്രാർത്ഥനയോടൊന്ന് എഴുന്നേറ്റാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 2 കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ 2 കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. പോരാ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആ 2 കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്താണ് ഉപവാസ പ്രാർത്ഥന
പ്രാർത്ഥനയുടെ യഥാർത്ഥ ഉപവാസം. ഓ രക്തത്താൽ ജയം. അപ്പോൾ നീ വിളിക്കും, ഇതാ ഞാൻ വരുന്നു എന്ന് ഞാൻ പറയും. നുകവും വഷളത്വം പ്രവർത്തിക്കുന്നതും വിരൽ ചൂണ്ടുന്നതും നിന്നിൽ നിന്ന് മാറ്റിക്കളയുകയും. ഓ ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികളെ നോക്കാതെ, നിന്റെ വേലയ്ക്ക് പോകാതെ, നിന്റെ വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കാതെ എൻ്റെ വിശുദ്ധ ദിവസത്തെ നീ സന്തോഷമെന്ന് പറയുകയും ചെയ്യുമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറുള്ള ഉപവാസക്കാർ ഇവിടെയുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറുള്ള ഉപവാസക്കാർ ഇവിടെയുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രവചിച്ച് തിരുവഴുത്തിലൂടെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. കേട് പോക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ നേരെയാക്കുന്നവനെന്നും നിനക്ക് പേരാകും. അവൻ നിന്നെ ദേശത്തിന്റെ ഉന്നതികളുടെ മേൽ വാഹനമേറ്റി ഓടുമാറാക്കും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന മുഴുവൻ വാഗ്ദത്തങ്ങളും നിന്റെ കൈകളിൽ എത്തത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരമുയരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. കാമം, ക്രോധം, ലോഭം, മോഹം, മാദം, മാത്സര്യം, ഡംഭം, പൈശൂന്യം, ജീവിതത്തിന്റെ അധമ വികാരങ്ങൾ, കോപവികാരങ്ങൾ, ഇവ മുഖാന്തര സംഭവിച്ച മുറിവുകൾ, ഓ എവിടെയൊക്കെ ക്രമീകരണം വേണോ അവിടെയൊക്കെ ഏറ്റുപറഞ്ഞൊന്ന് കൈകാര്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എത്ര പേർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് കഴുകാൻ ഏൽപ്പിച്ചു കൊടുക്കും? ആ രണ്ട് കൈകളും ഒരു നിമിഷം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചാട്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ വരും ക്രൂശിങ്കൽ സാധുഷീണൻ കുരുടൻ സർവവോ എനിക്കേച്ചിൽ പൂർണ്ണരെ കാണും ഞാൻ ശാരേണം എൻ കർത്താവേ. ഓ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാം എന്നെ ഇന്ന് രാത്രി ഈ കേട്ട ദൂതിന് മുൻപിൽ അന്യായ ബന്ധനങ്ങളെ അഴിക്കേണ്ട ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതിനാൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എനിക്ക് കഴുകൽ വേണം, എനിക്ക് കഴുകൽ വേണം എന്നാഗ്രഹിക്കുന്നവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് നിങ്ങൾ കടന്നുപോയിട്ട് ഈ വചനം നിങ്ങൾ ആഴമായി ചിന്തിക്കണം. ഞാൻ ഈ ഉയർന്ന കരങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അനുതാപത്തിൻ്റെ കവിൾത്തടങ്ങൾ നനഞ്ഞൊഴുകുമെങ്കിൽ വിടുതലിൻ്റെ തുടക്കം ഇന്ന് രാത്രിയിൽ സംഭവിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ കരം നിങ്ങൾ ഇച്ചിരി ഇറങ്ങിപ്പിടിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചില വ്യക്തികളോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ മുഖാന്തരം കരഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമീകരിക്കേണ്ട രാത്രിയായി. ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. ഇതുപോലൊരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളോട് ബന്ധത്തിൽ നിരപ്പ് പ്രാപിക്കാൻ ദൈവാത്മാവ് അറിയിച്ചപ്പോൾ തകർന്ന ഹൃദയത്തോടെ നിരപ്പ് പ്രാപിച്ച പ്രിയപ്പെട്ടവർ എനിക്കറിയാം. ഒരിക്കൽ ഒരു പ്രിയപ്പെട്ടവൻ പറഞ്ഞ വാചകം, അപ്പന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഹോ കാലന് പോലും വേണ്ടല്ലോ. പക്ഷെ ചങ്കിൽ ഉളി പോലെ കയറിയ വാക്ക് മറ്റൊരാളിന്റെ ഹൃദയം വ്രണപ്പെടാൻ, നിന്റെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് സഹോദര. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് സാത്താൻ എൻ്റെ ശരീരത്തിന്മേൽ തിരിച്ചടി വയ്ക്കാൻ അവസരമുണ്ടാക്കാതിരിക്കാൻ ഈ ദൂതിനുമ്പോൾ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ നാളെ രാവിലെ എത്തുന്നതിന് മുൻപ് അന്യായ ബന്ധനങ്ങളെ അഴിച്ച് എനിക്കതിന്മേൽ ജയമെടുത്തേ മതിയാകൂ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രാത്രി കർത്താവിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് അടുക്കൽ എത്തി നിൽക്കുകയാണ്. സാത്താന്യ ശക്തികൾ ഇവിടെ തകരുകയാണ്. പൈശാചിക അടിച്ചമർത്തലുകളുടെ മേൽ കർത്താവിൻ്റെ കരം ജയമെടുക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ
ദ്രവത്വമില്ലാത്ത തേജസ്സിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങി പിടിക്കട്ടെ. അവകാശവാദം ചെയ്ത് ബലഹീനതയായി തുടക്കം കുറിച്ച് രോഗമായി പ്രബലപ്പെട്ട് മരണമാക്കി മാറ്റത്തക്ക വിധത്തിൽ അന്ധകാര ശക്തികൾ ഒരുക്കുന്ന മുഴുവൻ കണികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കരങ്ങളുടെ പിൻപിൽ നിന്ന് ആത്മാവിൽ രാത്രി അഴിഞ്ഞു മാറട്ടെ. യഥാർത്ഥ ഉപവാസത്തിന്റെ നിലവിളി ഈ ആലയത്തിൽ പ്രതിധ്വനിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.